സ്റ്റാർട്ട് ചെയ്യുന്നത് npm create y at latest. അപ്പം ഇവരിങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ അതിനർത്ഥം വെച്ചാൽ പുതിയൊരു വേർഷൻ ഇറങ്ങിയിട്ടുണ്ട്, അത് അപ്ഡേറ്റ് ചെയ്യണോ വേണ്ടെന്ന് ചോദിച്ചിരുന്നു. നമ്മൾ വൈ കൊടുത്താൽ അത് അപ്ഡേറ്റ് ചെയ്യും. വൈ കൊടുക്കുക എൻ്റർ അടിക്കാം. ഓക്കെ, പ്രോജക്ട് നെയിം ചോദിച്ചിട്ടുണ്ട്. ലാസ്റ്റത്ത് 03 ആയിരുന്നു. 04 ഓൺ ചേഞ്ച് നോട്ടോ, ഓൺ ചേഞ്ച് റിയാക്ട് ജാവാസ്ക്രിപ്റ്റ്. എന്താ പറയുക, VS കോഡ് റൺ ചെയ്യാം. എന്തൊക്കെ കളയാണ് നമുക്കിനകത്തുനിന്ന്? app.css, index.css, app.css, import ./app.css, app equal to app. ഇത്രയും എല്ലാവർക്കും അറിയാലോ അല്ലേ? ഓക്കെ ആണല്ലോ? നെറ്റ് സ്ലോ ആണല്ലോ. ടാഗ് പി ടാഗ് എ ടാഗ് നമ്മൾ ഉപയോഗിക്കുന്ന എന്തിനാ? അതിലേക്ക് യൂസർ ക്ലിക്ക് ചെയ്താൽ എന്ത് ചെയ്യും? ആ ഫംഗ്ഷൻ കോൾ ആവും. അതാണ് ഓൺ ക്ലിക്ക്. ഇതൊക്കെ ആണല്ലോ നിങ്ങൾക്ക്. ഓക്കെ, അപ്പോൾ നമ്മൾ അടുത്ത പഠിക്കാൻ പോകുന്നതാണ് ഓൺ ചേഞ്ച്. ഓക്കെ, അപ്പോൾ എന്താ വെച്ചാൽ ഇപ്പോൾ എനിക്ക് ഇവിടെ ഇൻപുട്ട് ടാഗ് ഉണ്ടെന്ന് വെച്ചാൽ ഇൻപുട്ട് ടാഗ്. ഓക്കെ, ഞാൻ ഇവിടെ റൺ ചെയ്യാം. നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. ഇവിടെ ശ്രദ്ധിച്ചിരിക്കുക, ചെയ്യുന്നതനുസരിച്ചിരിക്കുക. അപ്പോൾ ഒരു ഇൻപുട്ട് ടാഗ് ഉണ്ട്. എൻ്റെ ആവശ്യം വെച്ചാൽ ഈ ഇൻപുട്ട് ടാഗിൽ യൂസർ ടൈപ്പ് ചെയ്യുന്ന വാല്യൂ എടുക്കണം. ഇതാണ് എൻ്റെ ആവശ്യം. ഓക്കെ ആണല്ലോ? കാര്യം നമ്മളിപ്പോൾ ഒരു പ്രൊഡക്റ്റ് ആഡ് ചെയ്യാന്ന് വെച്ചാൽ അവിടെ ഫോം വേണമല്ലോ. ഫോം എന്ന് വെച്ചാൽ കുറേ ഇൻപുട്ട് ടാഗുകൾ വേണം, ഇല്ലേ? അപ്പോൾ നമ്മൾ യൂസർ അവിടെ ടൈപ്പ് ചെയ്തിട്ട് ആഡ് ബട്ടൺ പ്രസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്താണ് ഡേറ്റ എടുക്കാൻ പറഞ്ഞാൽ അത് ഡേറ്റ ബേസിലേക്ക് സ്റ്റോർ ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ പറ്റണമെങ്കിൽ നമ്മൾ ആദ്യം ഇൻപുട്ട് ടാഗിൽ ഡേറ്റ എടുക്കണം, അല്ലേ? ഇപ്പോൾ ഒരു ഇൻപുട്ട് ടാഗിൽ നമ്മൾ എങ്ങനെ ഡേറ്റ എടുക്കുന്നതാണ് നോക്കാൻ പോകുന്നത്. ഓക്കെ ആണല്ലോ? കാര്യം യൂസർ എൻ്റർ ചെയ്യുന്ന ഡേറ്റ നമുക്ക് ഇൻപുട്ട് ടാഗ് വഴിയാണ് കിട്ടുക. ഇൻപുട്ട് ടാഗ് എന്ന് പറയുമ്പോൾ ടെക്സ്റ്റ് ഏരിയ ഉണ്ട്, സെലക്ട് ബോക്സ് ഉണ്ട്, ഇതെല്ലാം ഇൻപുട്ടുകളാണ്. മറ്റേ ചെക്ക് ബോക്സ് ഒക്കെ ആണല്ലോ. ഓക്കെ, നമുക്ക് എങ്ങനെ എടുക്കുമെന്ന് നോക്കാം. ഓക്കെ, അപ്പം ഇൻപുട്ട് ടാഗ് എനിക്ക് എന്തുകൊണ്ട് ടൈപ്പ് ചെയ്യാലോ? ആപ്പിൾ കാണുന്നുണ്ടോ നിങ്ങൾക്ക്? ഓറഞ്ച് എന്തുകൊണ്ട് ടൈപ്പ് ചെയ്യാം? ഓക്കെ, നിങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ടല്ലോ. നിങ്ങളിപ്പം എന്താ സൈനപ്പ് ചെയ്യാനും ലോഗിൻ ചെയ്യാനും ഒക്കെ ഇതിൽ യൂസ് ചെയ്യാം. ഓക്കെ, ഇനി ഈ ഇൻപുട്ട് ടാഗിനുള്ള ഒരു ആട്രിബ്യൂട്ട് ആണ് ഓൺ ചേഞ്ച്. ഈ ഓൺ ക്ലിക്ക്, ഓൺ ചേഞ്ച് എന്നൊക്കെ പറയുന്നത് എന്തെങ്കിലും ഒരു ഇവന്റ് നടക്കുമ്പോൾ വർക്ക് ചെയ്യുന്ന സാധനം. ഇവന്റ് എന്ന് വെച്ചാൽ യൂസറിന്റെ ആക്ഷൻ. ഓക്കെ, യൂസർ ക്ലിക്ക് ചെയ്യുന്നു, അതൊരു ഇവന്റ് ആണ്, ക്ലിക്ക് ഇവന്റ് എന്ന് പറയും. ഓക്കെ, ആ ഒരു ഇവന്റ് നടക്കുന്ന സമയത്ത് ഈ ഓൺ ക്ലിക്കിലേക്ക് നമ്മൾ പാസ് ചെയ്യുന്ന ഫംഗ്ഷൻ ഇത് കോൾ ചെയ്യും. അതുകൊണ്ട് നമ്മൾ ഇതിനെ പറഞ്ഞ ഒരു ഇവന്റ് ഹാൻഡ്ലർ, ഓൺ ക്ലിക്ക് ഇവന്റ് ഹാൻഡ്ലർ അഥവാ ഓൺ ചേഞ്ച് ഇവന്റ് ഹാൻഡ്ലർ എന്നാണ് പറയാം. ഇവന്റ് ഹാൻഡിൽ ചെയ്യാനുള്ള സാധനം. ഓക്കെ ആണല്ലോ? ഇതുപോലെ തന്നെ ഓൺ ചേഞ്ച് എന്ന് പറയുന്നത് ഇവിടെ ശ്രദ്ധിക്കുന്നത് വെച്ചാൽ ഈ ഓൺ ക്ലിക്ക് ആയാലും ഓൺ ചേഞ്ച് ആയാലും ക്യാമറ കേസിംഗിലാണ് എഴുതേണ്ടത്. അതായത് C ക്യാപിറ്റൽ ആയിരിക്കണം. ഓക്കെ, ഇൻപുട്ട് ടാഗിനുള്ള ആട്രിബ്യൂട്ട് ആണ് ഓൺ ചേഞ്ച്. ഓക്കെ, ഈ ഓൺ ചേഞ്ചിലേക്ക് നമ്മൾ പാസ് ചെയ്യേണ്ടത് എന്തായിരിക്കും? അതും ഫംഗ്ഷൻ തന്നെ, വേരിയബിൾ ഫംഗ്ഷൻ. നമ്മൾ ഓൺ ക്ലിക്കിലേക്ക് പാസ് ചെയ്യില്ലേ, അതൊരു ഫംഗ്ഷൻ അല്ലായിരുന്നോ? നമ്മൾ ഒരു വേരിയബിളിലേക്ക് ഫംഗ്ഷൻ ചോദിച്ചാൽ വേരിയബിൾ പാസ് ചെയ്യും. ഓക്കെ, അപ്പം ഈ ഓൺ ചേഞ്ചിലേക്ക് പാസ് ചെയ്യേണ്ടത് ഒരു ഫംഗ്ഷൻ ആണ്. അപ്പോൾ ഞാൻ ഒരു ഫംഗ്ഷൻ ചെയ്യുന്നു, ഇഷ്ടമുള്ള പേര് കൊടുക്കാം. ഞാൻ ഓൺ ഇൻപുട്ട് ചേഞ്ച്. ഓക്കെ എന്ന് പേര് കൊടുത്തു. ഈ ഫംഗ്ഷൻ തന്നെ എഴുതുന്നു console.log ചുമ്മാ ആപ്പിൾ എഴുതി, അല്ലെങ്കിൽ എന്താ ടൈപ്പിംഗ് എഴുതി. എന്നിട്ട് ഞാൻ ഈ ഫംഗ്ഷനെ ഇവിടേക്ക് പാസ് ചെയ്തു. ഓക്കെ, ഇനി നമുക്കൊന്ന് ഇൻസ്പെക്ട് ചെയ്യാം. ഇത് ഞാനിവിടെ ടൈപ്പ് ചെയ്യണം, ശ്രദ്ധിക്കണം. നിങ്ങളുടെ എന്ത് ടൈപ്പ് ചെയ്താലും കാണിക്കണ്ടേ? ഇവിടെ ഞാൻ ഒരു കീ ആക്കുവാണ് എ. ഇവിടെ ക്ലിക്ക് ചെയ്ത് എന്താ പ്രിന്റ് ആയെന്ന് നോക്കിയേ, ടൈപ്പിംഗ്. ഓക്കെ, ടൈപ്പ് ചെയ്ത് പ്രിന്റ് ആയോ? പ്രിന്റ് ആയി. ഞാനിവിടെ വേറെ കീ ആക്കുന്നു Q. നോക്കിയേ, പിന്നെയും പ്രിന്റ് ആയി. രണ്ടോട്ടായി. ഇവിടെ നമ്പർ കാണിക്കുന്നുണ്ട്, സെയിം വാക്കാണ്ട് പിന്നെയും നമ്പർ കാണിക്കുള്ളൂ. ഞാനിവിടെ അടുത്ത കീ ആണ് P. എന്തായി? പിന്നെ പ്രിന്റ് ആയി. അതിനർത്ഥം എന്താ? ഓരോ പ്രസ്സിലും, കീ പ്രസ്സിലും, ക്ലിക്ക് അല്ല, ഇവിടെ കീ പ്രസ് ആണ് അല്ലേ? ഓരോ, അതായത് ആ ഇൻപുട്ട് ആയിക്കൊണ്ട് നമ്മൾ ഫോക്കസ് വെച്ചിട്ട് നമ്മൾ ഇനി ഓരോ കീ പ്രസ് ചെയ്യുമ്പോൾ, അത് ടൈപ്പ് ചെയ്യുമ്പോൾ ഇല്ലേ, ടൈപ്പ് ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കും? ഈ ഫംഗ്ഷൻ കോൾ ആവും. ഓക്കെ ആണല്ലോ? ഇൻപുട്ട് ടാഗ് എഴുതി അതിലേക്ക് നമ്മൾ ഓൺ ചേഞ്ച് എന്ന് പറഞ്ഞ ആട്രിബ്യൂട്ട് പാസ് ചെയ്തു, ഇല്ലേ? എന്നിട്ട് അതിലേക്ക് ഒരു ഫംഗ്ഷൻ പാസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇനി ഇൻപുട്ട് ടാഗ് എടുത്ത് വെച്ചിട്ട് നമ്മൾ ഓരോ വട്ടം ടൈപ്പ് ചെയ്യുമ്പോഴും അതിലേക്ക് ടൈപ്പ് ചെയ്യുമ്പോഴും എന്ത് ചെയ്യും? ഈ ഫംഗ്ഷൻ കോൾ ആവും. ഓക്കെ ആണല്ലോ? നമ്മുടെ ആവശ്യം എന്താ? ഇൻപുട്ട് ടാഗിലുള്ള വാല്യൂ എടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ആവശ്യം.
ഓക്കെ ആണല്ലോ? ഓക്കെ, അപ്പൊ അതിന് വേറെ കാര്യം പറയാം. നിങ്ങൾ നോക്കാം. ഓക്കെ, ഞാൻ ഈ സമ്മിനെ കോൾ ചെയ്താൽ എനിക്ക് സമ്മ് കിട്ടണമെങ്കിൽ ഞാൻ എന്തൊക്കെ ചെയ്യണം? എന്ത് റിട്ടേൺ ചെയ്യണം? കൺസോൾ ചെയ്താൽ മതി. അപ്പോഴോ? അതായത് ഞാൻ ഇവിടുന്ന് സം എന്ന് പറഞ്ഞ ഫംഗ്ഷനെ കോൾ ചെയ്യുന്നുണ്ട്. കോൾ ചെയ്യുന്ന സമയത്ത് ഇവിടുന്ന് പാസ് ചെയ്യുന്ന വാല്യൂ ഈ ഫംഗ്ഷനെ റിസീവ് ചെയ്യണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? പാരാമീറ്റേഴ്സ് കൊടുക്കണം, പാരാമീറ്റേഴ്സ് പാസ് ചെയ്യണം അല്ലേ? അപ്പൊ ഇവിടെ a,p എന്ന് കൊടുത്താലേ അതവിടെ കിട്ടുള്ളൂ. ഇല്ലെങ്കിൽ നമുക്ക് ഇതിനകത്ത് അതിനെ യൂസ് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾക്കറിയാലോ? ഓക്കെ, എന്ന് പറഞ്ഞ പോലെ നമ്മൾ ഓൺ ചേഞ്ചിലേക്ക് ഒരു ഫംഗ്ഷനെ പാസ് ചെയ്താൽ നമ്മൾ ഇനി ഓരോ കീ പ്രസ് ചെയ്യുമ്പോഴും ഓക്കെ ഈ ഓൺ ചേഞ്ച് നമ്മൾ പാസ് ചെയ്ത ഫംഗ്ഷനെ കോൾ ചെയ്യും. ആരാ കോൾ ചെയ്യുന്നത്? ഓൺ ചേഞ്ച്. നമ്മൾ പ്രസ് ചെയ്യുമ്പോൾ ഓൺ ചേഞ്ച് കോൾ ചെയ്യും. വെറുതെ ഞാൻ കോൾ ചെയ്യല്ല, അതിലേക്ക് ഒരു പാരാമീറ്റർ അഥവാ ഒരു ആർഗ്യുമെന്റ് കൂടെ പാസ് ചെയ്യും. അതായത് ഈ ഓൺ ചേഞ്ച് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ആരാ കോൾ ചെയ്യുന്നത്? അല്ലെങ്കിൽ ഓൺ ഇൻപുട്ട് ചേഞ്ച് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ കോൾ ചെയ്യുന്ന ആരാ? നമ്മൾ കീ പ്രസ് ചെയ്യുന്ന സമയത്ത് ഈ ഓൺ ചേഞ്ച് കോൾ ചെയ്യും. ഓക്കെ ആണല്ലോ? കോൾ ചെയ്യുമ്പോൾ വെറുതെ ഞാൻ കോൾ ചെയ്യല്ല, കോൾ ചെയ്യുമ്പോൾ അതിലേക്ക് ഒരു പാരാമീറ്റർ കൂടെ പാസ് ചെയ്യും, അഥവാ ഒരു ആർഗ്യുമെന്റ് കൂടെ പാസ് ചെയ്യും. അങ്ങനെ പാസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ആർഗ്യുമെന്റ് നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? എവിടെ? ഇവിടെ ഒരു പാരാമീറ്റർ കൊടുക്കണം. ഞാൻ ഇവിടെ ഇ നോക്കും. ഓക്കെ, എന്നിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു? ഈ കൺസോൾ ചെയ്യുന്നു. അതായത് നമ്മൾ പറഞ്ഞു നമ്മളിവിടെ ഓൺ ചേഞ്ചിലേക്ക് ഒരു ഫംഗ്ഷനെ പാസ് ചെയ്താൽ ഈ ഫംഗ്ഷനെ കോൾ ചെയ്യുന്നത് നമ്മളല്ല. ആരെ കോൾ ചെയ്യുന്നത്? പ്രോഗ്രാമാറ്റിക്കലി കോൾ ആവും. നമ്മൾ ഈ പ്രസ് ചെയ്യുമ്പോൾ പ്രോഗ്രാമാറ്റിക്കലി കോൾ ആവും. ഈ പ്രോഗ്രാമാറ്റിക്കലി കോൾ ആവുന്ന സമയത്ത് ഇത് വെറുതെ കോൾ ആവല്ല, ആ ഫംഗ്ഷനിലേക്ക് എന്തോ ഒരു വാല്യൂ കൂടെ പാസ് ചെയ്യുന്നുണ്ട്, എന്നിട്ടാണ് കോൾ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ പാസ് ചെയ്യപ്പെടുന്ന സാധനം നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ ഫംഗ്ഷന്റെ ഡെഫിനിഷനിൽ നമ്മൾ പോയിട്ട് ഈ ഫംഗ്ഷൻ കോൾ ആകുമ്പോൾ എന്തോ സാധനം കിട്ടുമല്ലോ, പാസ് ആവല്ലോ, അത് റിസീവ് ചെയ്യാൻ വേണ്ടിയുള്ള സെറ്റപ്പ് ചെയ്ത് വെക്കണം. ഇനിയിപ്പോൾ നമ്മൾ ടൈപ്പ് ചെയ്യുന്ന സമയത്ത് ഈ ഫംഗ്ഷൻ കോൾ ആവുകയും അതിലേക്ക് പാസ് ചെയ്യപ്പെടുന്ന ആ ഒരു വാല്യൂ എന്താണോ അത് ഈ കൺസോളിലേക്ക് വരികയും ചെയ്യും അല്ലേ? നമുക്ക് നോക്കാം. ഓക്കെ, ഇവിടെ എന്ന് വരുമോ നോക്കിയേ, എന്തൊരു സാധനം വന്നു ഇല്ലേ? ഇതെന്ന് പറയുന്നത് ഒബ്ജക്ട് ഫോർമാറ്റുള്ള ഒരു ഡാറ്റയാണ്. ഒബ്ജക്ട് നമ്മളിനി പറഞ്ഞ ഒരു ഇവന്റ് പാസ് ചെയ്യപ്പെടുക എന്നൊക്കെ പറയും. അപ്പം ഇത് തുറന്നു നോക്കുകയാണെങ്കിൽ അത് ഒരുപാട് കീസ് ഉണ്ട്. നമുക്ക് കുറെ കീസ് നമുക്ക് ആവശ്യമുണ്ട്, കുറെ കീസ് നമുക്ക് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പൊ ഈ കീ എന്ന് പറയുന്നത് ഇതിനകത്ത് വന്നിരിക്കുന്ന ഡേറ്റ എന്ന് പറയുന്നത് നമ്മുടെ കീ പ്രസ്സുമായിട്ട് സംബന്ധിച്ചുള്ള കുറെ ഡേറ്റാസ് ആണ്. നമ്മുടെ കീ പ്രസ് ചെയ്തപ്പോൾ എന്തൊക്കെ സംഭവിച്ചു അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറെ ഡേറ്റാസ് വരും. നിങ്ങൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇതിനകത്ത് ടാർഗറ്റ് എന്ന് പറഞ്ഞിരിക്കുന്നുണ്ട് കണ്ടോ? അത് പിന്നെ ഒരു ഒബ്ജക്റ്റ്, അത് തുറന്നു നോക്കുകയാണെങ്കിൽ അതിനകത്ത് കുറെ കീസ് ഉണ്ട്. ഓക്കെ ആണല്ലോ? ഈ ടാർഗറ്റിനകത്ത് വേറെ നോക്കിയേ വാല്യൂ, ആ വാല്യൂ തുറന്നു നോക്കുകയാണെങ്കിൽ അത് എന്ത് കാണും? നമ്മൾ പ്രസ് ചെയ്ത വാല്യൂ കണ്ടോ? ഇവന്റ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഒബ്ജക്റ്റിനകത്ത് നിന്ന് ടാർഗറ്റ് എന്ന് പറഞ്ഞ കീക്കകത്ത് വാല്യൂ എന്ന് പറഞ്ഞ കീയിലാണ് നമ്മൾ പ്രസ് ചെയ്തേക്കുന്നത്, നമ്മൾ എന്ത് ചെയ്തേക്കുന്നത്, നമ്മൾ ടൈപ്പ് ചെയ്തിരിക്കുന്ന വാല്യൂ ഉള്ളത്. അതായത് നമുക്ക് ടൈപ്പ് ചെയ്ത വാല്യൂ മാത്രം കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ ഈ ഡോട്ട് വാല്യൂ. കാര്യം ഈ എന്ന് പറഞ്ഞ ഒബ്ജക്റ്റ്, അതായത് ഇങ്ങനെ ഇരിക്കുക, ഇതാണ് ഈ എന്ന് പറയുന്ന ഒബ്ജക്റ്റ് എങ്കിൽ അതിനകത്ത് കുറെ കീസ് ഉണ്ട്, അതിന്റെ കൊടുത്ത് ടാർഗറ്റ് എന്ന് പറഞ്ഞ കീയുണ്ട്, അതൊരു ഒബ്ജക്റ്റ് ആണ്, അതിനകത്ത് വാല്യൂ എന്ന് പറഞ്ഞ കീയുണ്ട് അല്ലേ? അവിടെയാണ് ഈ സാധനം വരിക. അപ്പൊ അത് നമുക്ക് എടുക്കണമെങ്കിൽ നമ്മൾ ഈ ഡോട്ട് ഈ എന്ന് പറഞ്ഞ ഒബ്ജക്റ്റ് ഡോട്ട് ടാർഗറ്റ് ഡോട്ട് വാല്യൂ നോക്കണം. നമുക്ക് നോക്കാം. ആ ഫുൾ ഇവന്റ് എനിക്ക് വേണ്ട, ഞാൻ ഇവിടെ ഉണ്ട് നോക്കിയേ. ഞാൻ ആദ്യം എ ടൈപ്പ് ചെയ്തു, അപ്പൊ എന്ത് ചെയ്തു? ഈ എ മാത്രം വന്നു. പി ടൈപ്പ് ചെയ്യുന്ന സമയത്ത് എയും പിയും ആ ഇൻപുട്ട് ആയിട്ടുണ്ടല്ലോ, അപ്പൊ അത് രണ്ടും കൂടെ വരും. അടുത്ത പി ടൈപ്പ് ചെയ്യുമ്പോൾ എയും പിയും ഉണ്ട്, പിന്നീട് ബിയും കൂടെ വന്നു. ഇൻപുട്ട് ആയി എന്തുണ്ടോ അതാണ് ഇവിടെ വരിക. അപ്പൊ അവസാനം ആയപ്പോഴത്തേക്കും ആപ്പിൾ കിട്ടി. മനസ്സിലായോ? ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം? ഇൻപുട്ട് ആയിട്ടുള്ള വാല്യൂ നമുക്ക് എടുക്കാം. മനസ്സിലായോ? നിങ്ങൾക്ക് ശരിക്കും മനസ്സിലായോ? ഇത് പാസ് ചെയ്യപ്പെടുന്ന മനസ്സിലായി, നമ്മളല്ല പ്രോഗ്രാമാറ്റിക്കലി പാസ് ചെയ്യപ്പെടും ഈ സാധനം. നമുക്കത് കിട്ടിക്കോളും. നമ്മളവിടെ ഇവന്റ് എടുത്താൽ മതി. ഇവന്റിനകത്ത് ടാർഗറ്റിനകത്ത് വാല്യൂ നോക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ആ ഡാറ്റ കിട്ടും, ടൈപ്പ് ചെയ്ത ഡാറ്റ. ഓക്കെ, അപ്പൊ നിങ്ങൾ ഇത് ചെയ്യുക. എന്നിട്ട് ഞാനിവിടെ എന്ത് ടൈപ്പ് ചെയ്യുന്നോ അത് ഇവിടെ എച്ചെൻഡായി കാണിക്കണം. ആ മൊമെന്റിൽ ഞാൻ ഇവിടെ ആപ്പിൾ ടൈപ്പ് ചെയ്താൽ അപ്പൊ തന്നെ ഇവിടെ ആപ്പിൾ എച്ചെൻഡായി കാണിക്കണം. എ ടൈപ്പ് ചെയ്താൽ എ വരണം താഴെ. ഓൺ ചെയ്യുന്ന ആട്രിബ്യൂട്ട് ആണ്. ക്രിയേറ്റ് ചെയ്തല്ലേ? ഫുള്ളായിട്ട് വരും നോക്കോ. ഒന്ന് തോന്നുന്നത് എളുപ്പമായിരുന്നല്ലോ നോക്കോ. നമ്മൾ സ്റ്റേറ്റ് പറഞ്ഞല്ലേ, നിങ്ങൾ എങ്ങനെ ചെയ്യാൻ നോക്കിയേ? ഓക്കെ, ഇനി എന്ത് ചെയ്തു? ഒരു സ്റ്റേറ്റ് ക്രിയേറ്റ് ചെയ്തല്ലേ?
ഇഷ്ടമുള്ള പേര് കൊടുക്കാം. ഇനിഷ്യൽ വാല്യൂ എന്ത് കൊടുത്തു? empty string കൊടുക്കാം അല്ലേ? ഇനി അതെന്തിനാ ടെക്സ്റ്റ് കോമ കൊടുത്തേ? അത് അറയുടെ കേസല്ലേ നമ്മൾ അങ്ങനെ ചെയ്തേ? എനിക്ക് അറയിൽ ഇത് ചുമ്മാ കൊടുത്താൽ പോരെ, ഈ ഡോട്ട് എന്ത് വരുന്നോ അത് കൊടുത്താൽ പോരെ. ഇതെന്ത് ചെയ്യണം? താഴെ ഒരു ണ്ടാക്കി കൊടുക്കുക, അതിനിടയ്ക്കോട്ട് എന്ത് ചെയ്യാം? ടെക്സ്റ്റ് ക്ലാസ് ഒന്നില്ലേ? നിങ്ങൾ എന്താ ചെയ്തോ? മറ്റേ ചെയ്തോ? അതിന്റെ ആവശ്യം ഇവിടെ ഇല്ലല്ലോ. കാര്യം ഇവിടെ ആദ്യമേ വരും, പിന്നെ എയും ബിയും വരും. അപ്പൊ എയും ബി എടുത്ത് വെച്ചാൽ മതി, പിന്നെ എയും ബിയും വരും. നമുക്ക് ആ ടെക്സ്റ്റ് എടുക്കേണ്ട ആവശ്യമില്ല. മറ്റേ നമ്മൾ ആ അറയുടെ കേസിൽ പുതിയ അറയാണ് എപ്പോഴും സെറ്റ് ചെയ്യുക. അപ്പൊ പുതിയ അറയിലൊക്കെ പഴയ അറയിലെ വാല്യൂസ് കൂടെ വരാൻ വേണ്ടിയാണ് നമ്മൾ അങ്ങനെ ചെയ്തത്. ടെക്സ്റ്റ് കോമ നേരത്തെ ചെയ്ത പോലെ. ഇവിടെ നമുക്ക് ഡയറക്റ്റ് വാല്യൂ ഇട്ട് നടത്തി വെക്കുന്നു, അത്രേ ഉള്ളൂ. അത് അതിന് നമ്മൾ നിയമമായിട്ട് ഐഡിയ ആയിട്ട് കൊടുക്കാത്തതുകൊണ്ട് റിയാക്ട് ചെയ്യുന്നത്. അത് നമുക്കിപ്പോൾ വേണ്ട, നമ്മൾ പഠിക്കുമല്ലേ, ബിൽഡ് ചെയ്യുമ്പോൾ ചെയ്യാം അതൊക്കെ. ഇവിടെ ടൈപ്പ് ചെയ്ത വഴി താഴെ വരാവുള്ളൂ. പറഞ്ഞ മനസ്സിലായി? ഇപ്പൊ നമ്മൾ ഇവിടെ ടൈപ്പ് ചെയ്ത വഴി താഴെ വരാവുള്ളൂ. പറഞ്ഞ മനസ്സിലായി? ഇപ്പൊ നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ വരുവാണ്. അപ്പോൾ അവിടെ ബട്ടൺ വെക്കണം, ആ ബട്ടണിൽ പ്രസ് ചെയ്യുമ്പോഴേ വഴി താഴെ വരാവുള്ളൂ. ശരി, കാണും. ഞാനിത് സ്റ്റേറ്റ് ആയിട്ട് എഴുതാത്തതിന്റെ കാര്യം, നമുക്ക് യു അപ്ഡേറ്റ് ചെയ്യേണ്ട കേസുകളിൽ മാത്രം നമ്മൾ സ്റ്റേറ്റ് ആയിട്ട് എഴുതിയാൽ മതി. ഇപ്പൊ ഇവിടെ നമുക്ക് വെറുതെ സ്റ്റോറി വെച്ചാൽ മതി. ഇപ്പം ഡേറ്റ എന്ന് പറഞ്ഞ വേരിയബിളിന്റെ വാല്യൂ ചേഞ്ച് ആവുന്നതുകൊണ്ട് യു ഒരു അപ്ഡേഷൻ നടക്കുന്നില്ല. അപ്പൊ ഞാൻ ടൈപ്പ് ചെയ്യുന്ന വാല്യൂ എവിടേക്ക് വെച്ചു? ഡേറ്റയിലേക്ക് വെച്ചു. അതായത് ഞാൻ ഈ ടൈപ്പ് ചെയ്താൽ ഓക്കെ, നമുക്ക് നമ്മുടെ നോർമൽ ലൈഫിലുള്ള ലോജിക് ആലോചിക്കും. ഇപ്പം നെറ്റ് പറഞ്ഞ ഓറഞ്ച്. ഓക്കെ, അപ്പൊ ഞാൻ ആദ്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് സിമ്പിൾ ആണ്. നമുക്ക് നമ്മുടെ നോർമൽ ലൈഫിലുള്ള ലോജിക് ആലോചിക്കും. ഇപ്പം ഇവിടെ ചോദിച്ചേ ഇതെങ്ങനെ ചെയ്യുന്ന പറയാം. ഇപ്പൊ നിറ്റ് എൻ്റെ അടുത്ത് ഒരു വാക്ക് പറയാന്ന് വെച്ചോ, നിറ്റ് അടുത്ത് ആപ്പിൾ എന്ന് പറയാം. ഓക്കെ, എന്നിട്ട് എൻ്റെ കയ്യിൽ മാർക്ക് തന്നിട്ടുണ്ട്. എന്നിട്ട് നിങ്ങൾ ആരെങ്കിലും ഒരാൾ ഇവിടെ എഴുതുമെന്ന് പറയുമ്പോഴേ ഞാൻ അത് എഴുതാവുള്ളൂ. ഓക്കെ ആണല്ലോ? അപ്പം നിറ്റ് ഇഷ്ടമുള്ള വാക്ക് പറയാം. അപ്പൊ നിറ്റ് പറഞ്ഞ ഓറഞ്ച്. ഓക്കെ, അപ്പൊ ഞാൻ ആദ്യം എന്ത് ചെയ്യും? ഞാൻ ഈ ഓറഞ്ച് മനസ്സിൽ സൂക്ഷിക്കും, ഇല്ലേ? എന്നിട്ട് ചിലപ്പോൾ നിങ്ങൾ ഇപ്പോൾ 1 മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂർ അല്ലെങ്കിൽ 3 മണിക്കൂർ ആയിരിക്കും നിങ്ങൾ എഴുതുന്ന പറഞ്ഞാൽ, നിങ്ങൾ എപ്പോൾ പറഞ്ഞത് ഞാൻ എന്ത് ചെയ്യണം? അത് എഴുതണം. എഴുതണമെങ്കിൽ ഞാൻ ആദ്യം എന്ത് ചെയ്യണം? നിറ്റ് പറഞ്ഞ വാക്ക് ഓർക്കണം. ഇല്ല, അപ്പൊ അതിനുവേണ്ടി എന്ത് ചെയ്യണം? എന്റെ മെമ്മറിയിൽ ഞാൻ അതിനെ സ്റ്റോറി വെക്കണം. എന്നിട്ട് എപ്പോൾ നിങ്ങൾ ഓക്കെ എന്ന് പറഞ്ഞാൽ അപ്പം എന്ത് ചെയ്യണം? അത് എഴുതണം. ഇതേ ലോജിക്ക്, അതായത് യൂസർ ടൈപ്പ് ചെയ്യുന്ന വാല്യൂ എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യും? എടുത്തേക്ക് സ്റ്റോറി നോക്കും. അത് നമ്മൾ യു കാണിക്കില്ല. ഓക്കെ, യു കാണിക്കുക, സ്റ്റോറി നോക്കും. എന്നിട്ട് എപ്പോൾ ബട്ടൺ പ്രസ് ചെയ്യുന്നു അപ്പോൾ എന്ത് ചെയ്യണം? അത് യു കാണിക്കണം. ഓക്കെ, അപ്പൊ അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു നോക്കാം. നമുക്കറിയാം ഈ ടെക്സ്റ്റ് എന്ന് പറഞ്ഞ വേരിയബിളിലേക്ക് ഒരു വാല്യൂ വന്നാൽ അത് യു കാണിക്കും, അല്ലേ? കാര്യം ഈ ടെക്സ്റ്റ് നമ്മൾ ഇവിടെ കണക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നില്ല? ടെക്സ്റ്റിലേക്ക് ഇതിനെ കൊടുക്കുന്നില്ല. പകരം നമ്മൾ എന്ത് വെച്ചാൽ നമുക്ക് വേണമെങ്കിൽ സ്റ്റേറ്റ് എഴുതാം, അല്ലെങ്കിൽ ഇവിടെ നമുക്ക് സ്റ്റേറ്റ് എഴുതേണ്ട ആവശ്യമില്ല. ചുമ്മാ ഈ വേരിയബിൾ ഇട്ടാൽ മതി. അതിന്റെ വെച്ചാൽ നമുക്കിത് ആ വേരിയബിളിലേക്ക് വെറുതെ സ്റ്റോർ ചെയ്താൽ മതി, യു അപ്ഡേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നോക്കോ, ഞാൻ ഇവിടെ വന്നിട്ട് ലെറ്റ് ഡാറ്റ എന്ന് പറഞ്ഞ വേരിയബിൾ ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, എന്നിട്ട് ടൈപ്പ് ചെയ്യുന്ന സമയത്ത് ഞാൻ എന്ത് ചെയ്തു? ഈ ഡേറ്റ എന്ന് പറഞ്ഞ വേരിയബിളിലേക്ക് ആ ടൈപ്പ് ചെയ്ത് വന്ന വാല്യൂ സ്റ്റോർ ചെയ്തു. അപ്പോൾ ഞാൻ എന്തെങ്കിലും ഒന്ന് ടൈപ്പ് ചെയ്താൽ ആ വാല്യൂ ഇവിടെ കാണും, ഡാറ്റ എന്ന് പറഞ്ഞ വേരിയബിൾ കാണും. ഞാനിത് സ്റ്റേറ്റ് ആയിട്ട് എഴുതാത്തതിന്റെ കാര്യം, നമുക്ക് യു അപ്ഡേറ്റ് ചെയ്യേണ്ട കേസുകളിൽ മാത്രം നമ്മൾ സ്റ്റേറ്റ് ആയിട്ട് എഴുതിയാൽ മതി. ഇപ്പോൾ ഇവിടെ നമുക്ക് വെറുതെ സ്റ്റോറി വെച്ചാൽ മതി. ഇപ്പം ഡേറ്റ എന്ന് പറഞ്ഞ വേരിയബിളിലെ വാല്യൂ ചേഞ്ച് ആവുന്നതുകൊണ്ട് യു ഒരു അപ്ഡേഷൻ നടക്കുന്നില്ല. അപ്പോൾ ഞാൻ ടൈപ്പ് ചെയ്യുന്ന വാല്യൂ എവിടേക്ക് വെച്ചു? ഡേറ്റയിലേക്ക് വെച്ചു. അതായത് ഞാൻ ഇനി ടൈപ്പ് ചെയ്താൽ യു അപ്ഡേറ്റ് ആവുമോ? ഇല്ല. കാര്യം എന്താ? ഒരു സ്റ്റേറ്റിന്റെ വാല്യൂ ചേഞ്ച് ആവുന്നില്ല. പകരം ഞാൻ ടൈപ്പ് ചെയ്ത വാല്യൂ എവിടേക്ക് സ്റ്റോർ ആവും? ഡേറ്റ എന്ന് പറഞ്ഞ വേരിയബിൾ സ്റ്റോർ ആവും. ആവുന്നുണ്ടല്ലോ? ഓക്കെ, ഇനി എനിക്ക് എന്താ വേണ്ടേ? ഒരു ബട്ടൺ വേണം. ഈ ബട്ടണിൽ പ്രസ് ചെയ്യുമ്പോഴേ എന്ത് സംഭവിക്കാവുള്ളൂ? ഇവിടെ കാണിക്കാവുള്ളൂ. അതായത് ഇവിടെ കാണിക്കണമെങ്കിൽ എന്ത് സംഭവിക്കണം? ഈ ടെക്സ്റ്റ് എന്ന് പറഞ്ഞ വേരിയബിളിലേക്ക് ഈ ഡേറ്റയിലുള്ള വാല്യൂ വരണം, അല്ലേ? അപ്പം ഞാൻ ഇവിടെ എന്ത് ചെയ്യുന്നു? ഇവിടെ ഉണ്ട് കോൺസ്റ്റ് ഓൺ ക്ലിക്ക്.
ഓക്കെ, എന്നിട്ട് ഈ ബട്ടണിലേക്ക് അത് കണക്ട് ചെയ്തു. ഓൺ ക്ലിക്ക് ഈക്വൽ ടു ഓൺ ക്ലിക്ക് സി ക്യാപിറ്റലാണ്. ഓക്കെ, ഇനി എന്ത് വേണം? ഞാൻ ഈ ബട്ടൺ പ്രസ് ചെയ്യുന്ന സമയത്ത് ഡേറ്റ എന്ന് പറഞ്ഞ വേരിയബിളുള്ള വാല്യൂ ഈ ടെക്സ്റ്റ് എന്ന് പറഞ്ഞ ഈ ഒരു സ്റ്റേറ്റ് വേരിയബിളിലേക്ക് വരണം. വന്നാലേ അത് ഇവർ കാണിക്കുള്ളൂ. ഇപ്പൊ ടെക്സ്റ്റിനകത്ത് ഒന്നുമില്ല, മനസ്സിലാവണം നിങ്ങൾക്ക്? ടെക്സ്റ്റ് എന്ന് പറയുന്ന ഈ സ്റ്റേറ്റ് വേരിയബിളിനകത്ത് എന്തെങ്കിലും ഉണ്ടോ? ഇപ്പം ഒന്നുമില്ല. അതുകൊണ്ടാണ് നമ്മളൊന്നും കാണുന്നത്. ഇപ്പൊ ടെക്സ്റ്റിനകത്ത് നോക്കിയേ, ടെക്സ്റ്റിനകത്ത് ആപ്പിൾ ഉണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു ആപ്പിൾ കാണും. കറന്റ് ഒന്നുമില്ല. ഓക്കെ ആണല്ലോ? ഞാൻ ടൈപ്പ് ചെയ്യുന്ന വാല്യൂ എവിടേക്ക് സ്റ്റോർ ആവും? ഡേറ്റയിലേക്ക്. എന്നിട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു? ഞാൻ ഈ ടെക്സ്റ്റിലേക്ക് ഈ ഡേറ്റയിലുള്ള വാല്യൂ അങ്ങോട്ട് സെറ്റ് ചെയ്യും. അതായത് ഞാൻ ടൈപ്പ് ചെയ്യുന്ന സമയത്ത് ടൈപ്പ് ചെയ്ത വാല്യൂ എടുത്ത് ഡേറ്റയിൽ വെക്കും. അപ്പോൾ ഡേറ്റയിലേക്ക് ടൈപ്പ് ചെയ്ത വാല്യൂ വന്നു. ഇനി ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ ആ ഡേറ്റയിലുള്ള വാല്യൂ എടുത്തിട്ട് ഈ സ്റ്റേറ്റിലേക്ക് സെറ്റ് ചെയ്യും. അപ്പോൾ സ്റ്റേറ്റ് അപ്ഡേറ്റ് ആവുമല്ലോ. ഈ ടെക്സ്റ്റ് പറഞ്ഞ ആ ഒരു വേരിയബിൾ ചേഞ്ച് ആവുമല്ലോ. ചേഞ്ച് ആകുമ്പോൾ യു അപ്ഡേറ്റ് ആവും. യു അപ്ഡേറ്റ് ആകുമ്പോൾ അപ്പർ ടെക്സ്റ്റിൽ എന്തുണ്ടോ അത് യു കാണിക്കും. അതായത് നോക്കിക്കോ, ഞാനിവിടെ മാംഗോ എന്ന് ടൈപ്പ് ചെയ്തു. ഞാനിവിടെ ആൾ ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ മാംഗോ വരും. കണ്ടോ ഇതെങ്ങനെ വന്നേ? ഞാൻ ആദ്യം മാംഗോ ടൈപ്പ് ചെയ്ത സമയത്ത് ടൈപ്പ് ചെയ്ത വാല്യൂ എടുത്ത് ഞാൻ വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്തു. ആ വേരിയബിളിന്റെ പേരെന്താ? ഡേറ്റ എന്ന് പറഞ്ഞ വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്തു. അപ്പോൾ ഡേറ്റയിൽ സാധനം ഉണ്ട്. എന്നിട്ട് എനിക്ക് എപ്പോൾ വേണമെങ്കിലും ബട്ടൺ പ്രസ് ചെയ്യാം. ഞാൻ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് പ്രസ് ചെയ്താൽ എന്ത് ചെയ്യും? ഡേറ്റയിലുണ്ടല്ലോ സാധനം. ആ ഡേറ്റയിലുള്ള സാധനം ഇങ്ങോട്ട് വരും, ടെക്സ്റ്റിലേക്ക് സ്റ്റോർ ആവും. ടെക്സ്റ്റിൽ ഒരു ചേഞ്ച് വന്നു കഴിഞ്ഞാൽ, ടെക്സ്റ്റ് ഒരു സ്റ്റേറ്റ് വേരിയബിൾ ആണ്, നമ്മൾ പറഞ്ഞായിരുന്നു യു അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. ടെക്സ്റ്റിലേക്ക് ഒരു വാല്യൂ വന്നു കഴിഞ്ഞാൽ യു ഒന്നുകൂടെ അപ്ഡേറ്റ് ആവും. ഒന്നുകൂടെ റീറൺ ആവുന്ന സമയത്ത് എന്ത് സംഭവിക്കും? H1 ടെക്സ്റ്റിലുള്ള വാല്യൂ കാണിക്കും. ടെക്സ്റ്റിൽ ഇപ്പോൾ എന്താ ഉള്ള ഡേറ്റയിൽ ഉണ്ടായിരുന്ന വാല്യൂ ആയിരുന്നു. ആ ടെക്സ്റ്റിലേക്ക് വന്നു. അപ്പോൾ എന്ത് ചെയ്യും? ഇത് കാണും. ഞാൻ ഇവിടെ ഇത് മാറ്റിയിട്ട് ഗ്രേപ്പ് ആക്കി ടൈപ്പ് ചെയ്യുമ്പോൾ ആ വാല്യൂ നേരെ ഡേറ്റയിലേക്ക് പോകുള്ളൂ. ഞാൻ ഈ ബട്ടൺ പ്രസ് ചെയ്യുമ്പോഴാണ് ആ വാല്യൂ ഡേറ്റയിലുള്ള വാല്യൂ ടെക്സ്റ്റിലേക്ക് വരിക. അതാണ് ഇവിടെ കാണിക്കുന്നത്. മനസ്സിലായോ? ഓക്കെ, ശരി, നോക്ക്. അതായത് ഇൻപുട്ട് ഇത് ഫംഗ്ഷൻ എന്ത് ചെയ്യും? ക്രിയേറ്റ് ചെയ്യപ്പെടും, കോളാവത്തില്ല. മനസ്സിലായി? അപ്പോൾ ഞാൻ ഒന്ന് പറയാം. അതായത് ഈ പറഞ്ഞ ആദ്യമേ ഞാൻ ടൈപ്പ് ചെയ്ത സമയത്ത് എന്ത് ചെയ്യും? ഡേറ്റയ്ക്കകത്ത് ആപ്പിൾ വന്നു. ചുമ്മാ ഡേറ്റയ്ക്കകത്ത് ആപ്പിൾ വന്നു. ഓക്കെ, ഞാൻ ബട്ടൺ പ്രസ് ചെയ്യുന്നു. അപ്പോൾ എന്ത് ചെയ്യും? സ്റ്റേറ്റിനകത്തേക്ക് ഈ ആപ്പിൾ കയറും. ഓക്കെ, അപ്പോൾ ഒരു സ്റ്റേറ്റ് വാല്യൂ ചേഞ്ച് ചെയ്താൽ ഈ സ്റ്റേറ്റ് എഴുതിയിരിക്കുന്ന ഫംഗ്ഷൻ ഉണ്ടല്ലോ, അതായത് ആപ്പ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ, ഈ ആപ്പ് എന്ന് പറഞ്ഞ ഫംഗ്ഷനകത്തുള്ള എല്ലാ കോഡും ഒന്നുകൂടെ വർക്കാവും. മീൻസ് ഇത് ഒന്നുകൂടെ ഇനിഷ്യലൈസ് ചെയ്യപ്പെടും. ഡേറ്റ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യപ്പെടും. അപ്പോൾ എന്ത് ചെയ്യും? പഴയ വേരിയബിൾ റീപ്ലേസ് ആയിട്ട് പുതിയ വേരിയബിൾ എന്ത് വരും? അപ്പോൾ ഡേറ്റയ്ക്കുള്ള വാല്യൂ പോയി. ഓക്കെ, സ്റ്റേറ്റ് മാത്രം പെർസിസ്റ്റ് ചെയ്യും. ഓക്കെ, അടുത്തത് ഈ ലൈനിലേക്ക് വരും. ഈ ഫംഗ്ഷൻ ഒന്നുകൂടെ ക്രിയേറ്റ് ചെയ്യപ്പെടും. കോൾ ചെയ്യത്തില്ല. കോൾ ചെയ്യണമെങ്കിൽ അത് നമ്മൾ ആ ബ്രാക്കറ്റ് ഇടണം. ഇതൊന്നുകൂടെ ക്രിയേറ്റ് ചെയ്യപ്പെടും. അതായത് ഓൺ ഇൻപുട്ട് ചെയ്യുന്ന മെമ്മറിയിലേക്ക് വേരിയബിളിലേക്ക് ഒരു ഫംഗ്ഷൻ, ആ ഫംഗ്ഷൻ ഒന്നുകൂടെ ക്രിയേറ്റ് ചെയ്ത് സ്റ്റോർ ആവും. ഈ ഫംഗ്ഷൻ ഒന്നുകൂടെ ക്രിയേറ്റ് ചെയ്യപ്പെടും. ഈ റിട്ടേൺ ആയിട്ട് നടക്കുന്ന ഫുൾ കോഡ് ഒന്നുകൂടെ വർക്കായിട്ട് യു ബിൽഡ് ആവും. ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ സംഭവിക്കുക. സ്റ്റേറ്റ് ചേഞ്ച് ചെയ്യുമ്പോൾ ഇത് ഫുള്ള് മാറും. എന്തൊഴിച്ച്? സ്റ്റേറ്റ് ഒഴിച്ച്. ബാക്കി എല്ലാം ഒന്നുകൂടെ ഒന്ന് വർക്കാവുമ്പോൾ ഈ കോഡ് ലൈൻ ബൈ ലൈൻ പോലെ നിങ്ങൾ ആലോചിക്കുക. ഈ കോഡ് ആദ്യം എന്ത് ചെയ്യും? ഇത് MD ആയല്ലോ. സ്റ്റേറ്റ് അപ്ഡേറ്റ് MD ഇനി ഒന്നുകൂടെ ക്ലിക്ക് ചെയ്യുമ്പോൾ സംഭവിക്കും? ഡേറ്റ എന്ന് പറഞ്ഞ സെറ്റ് ആകുമ്പോൾ എന്തായിരിക്കും? MD സ്ട്രിംഗ് അല്ലേ? അപ്പോൾ അതാണ് ഒന്നുകൂടെ ക്ലിക്ക് ചെയ്യുമ്പോൾ പോകുന്നത്. മനസ്സിലായോ? അത് ആ സ്റ്റേറ്റിന്റെ ആ വർക്കിംഗ് മനസ്സിലായാലും മനസ്സിലാവുള്ളൂ. ഓക്കെ, അടുത്ത എന്തായിരിക്കും ഞാൻ പറയാൻ പോകുന്നത്? അടുത്ത എന്തായിരിക്കും ടാസ്ക്? എന്തെങ്കിലും കേസ് ഉണ്ടോ? ഞാൻ ആപ്പിൾ ടൈപ്പ് ചെയ്തു, ആഡ് ചെയ്തു. അടുത്ത എന്തായിരിക്കും ടാസ്ക്? അടുത്ത ടാസ്ക് എന്ന് വെച്ചാൽ ഞാൻ ആപ്പിൾ ടൈപ്പ് ചെയ്ത് ആഡ് ചെയ്തു, ആപ്പിൾ വരണം. അത് മാറ്റിയിട്ട് ഓറഞ്ച് ടൈപ്പ് ചെയ്ത് ആഡ് ചെയ്യുമ്പോൾ ആപ്പിളിന് താഴെ ഓറഞ്ച് വരണം. അടുത്ത ആഡ് ചെയ്യുമ്പോൾ മാംഗോ വരണം. ഞാനിവിടെ നമ്മൾ ഇന്ന ചെയ്തില്ലേ 1 2 3 4 5 6 എന്നല്ലേ എന്ന് പറഞ്ഞാൽ എനിക്ക് എന്ത് ചെയ്യാം? ഇത് ആപ്പിൾ മാറ്റി ഞാൻ ഇനി ഓറഞ്ച് ആക്കിയിട്ട് എൻ്റർ അടിക്കുകയാണെങ്കിൽ ആപ്പിൾ ഉണ്ടാവണം, അതിന്റെ താഴെ ഓറഞ്ച് വരണം. എച്ചിട്ടാ ഇടണമെന്നില്ല, UL എല്ലാം ഇട്ടാൽ മതി. മനസ്സിലായോ?
ഞാൻ ഓറഞ്ച് ടൈപ്പ് ചെയ്യുന്നു, ആട് കൊടുക്കുന്നു, ഓറഞ്ച് വന്നു, ഇഷ്ടമായിട്ട് വന്നാൽ മതിയേ ഏറ്റവും മറ്റേ. എന്നിട്ട് ഇവിടെ ഞാൻ മാംഗോ ടൈപ്പ് ചെയ്യുന്ന വെച്ചാൽ ഇപ്പൊ മറ്റേ നമ്മൾ ലിസ്റ്റ് പോലെ ഉണ്ടോ? താഴെ ഓറഞ്ചിന് താഴെ മാംഗോ. ഇത് നീ 4 പ്രാവശ്യം ഇങ്ങോട്ടാക്കി ഇങ്ങോട്ട് പോകാം, ഇങ്ങോട്ടാക്കി ഇങ്ങോട്ട് പോകാം. എങ്ങനെ ചെയ്തിട്ട് നോക്കട്ടെ. പുതിയ പ്രൊജക്ട് ചെയ്യണോ? പുതിയ പ്രൊജക്ട് ചെയ്യണോ? ഓക്കെ, 3-4 തിരുവല്ലേക്ക് അതിന് എംറ്റി സ്ട്രിങ് ഇതുണ്ട്, അത് റിമൂവ് ചെയ്തില്ല ഞാൻ. ആണോ? ഓക്കെ ഓക്കെ, ആ കൺട്രോൾ സെറ്റ് ചെയ്തല്ലേ. പറ്റുമെന്നാവും. നിറ്റൊന്ന് ആഡ് ചെയ്യലോ. നിന്റെ വേണോടാ ബഷീറെ? നിങ്ങളൊന്നും കണ്ടിട്ട് ചെയ്യുമെന്ന് നോക്കാൻ വേണ്ടിയാ ആഡ് ചെയ്യുമ്പോൾ ആ ഇൻപുട്ട് ആയി ടെക്സ്റ്റ് വേണം. അടുത്തുള്ള ടെക്സ്റ്റ് പോകണ്ട, വേഗം പഠിപ്പിക്കാൻ. ആഡ് ചെയ്യുമ്പോൾ ഇൻപുട്ട് ആദ്യം ക്ലിയർ ആണോ? ക്ലിയർ ആണ്. അല്ലാതെ ചെയ്യുന്നത് എങ്ങനെയാ നിങ്ങൾക്കറിയില്ലല്ലോ. ഞാൻ പറഞ്ഞ ChatGPT നോക്കല്ലേ, ChatGPT നോക്കല്ലേ, അല്ലാതെ സെർച്ച് ചെയ്തോ. ChatGPT നോക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് കിട്ടും. നമുക്ക് സെർച്ച് ചെയ്തെടുക്കണമല്ലോ, അല്ലാതെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റത്തില്ല. നമ്മുടെ ഡയറക്റ്റ് അല്ല, അതാ ഇപ്പം നീ സെർച്ച് ചെയ്തെന്തുവാ, നീ എങ്ങനെ ചേഞ്ച് ചെയ്യാന്നാണോ സെർച്ച് ചെയ്തത്? ഞാൻ സെർച്ച് ചെയ്തോ നോക്കട്ടെ. നിങ്ങൾ എന്തോ കീവേഡ് അടിച്ചേ? ഹൗ ടു ക്ലിയർ ഇൻപുട്ട് ടാഗ് റിയാക്ട് ഇതല്ലേ? ഞാൻ ഒന്നും നോക്കില്ല, ഫസ്റ്റ് തന്നെ എടുത്ത്. എന്തോ ഓക്കെ, വെറുതെ എടുക്കാം. ഇത് നോക്കി നിങ്ങൾക്കൊന്നും മനസ്സിലാകത്തില്ല. ഇത് നോക്കി മനസ്സിലാവില്ലേ? ഇത് വായിച്ചാൽ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും. ബട്ട് അത് മോർ ഡയറക്റ്റ് അല്ല. എനിക്ക് തോന്നുന്നു നിങ്ങൾക്കത് എക്സ്പ്ലനേഷൻ ഉള്ള ഇതിലുണ്ടോ നോക്കട്ടെ. ലാഗ് ഉണ്ടോ? എനിക്ക് അത് ഇപ്പം നമ്മൾ ആഡ് ചെയ്തു, അത് പോകുന്നില്ല. ഇനി അടുത്ത ആഡ് ചെയ്യണമെങ്കിൽ ഇത് റിമൂവ് ആയിട്ട് ആഡ് ചെയ്യണം. ഓക്കെ ആണല്ലോ. ഇതുപോലെ തന്നെ ഇൻപുട്ട് ടാഗിന് ഒരു പ്രോപ്പ് ഉണ്ട്, അഥവാ ആട്രിബ്യൂട്ട് ഉണ്ട്. റിയാക്ടിലെ HTML-ന്റെ ബേസിക് സാധനമാണ്, അതാണ് വാല്യൂ. ഇതാരെല്ലാം കണ്ടായിരുന്നു അവിടെ? ഓക്കെ, ഈ വാല്യൂ എന്ന് പറയുന്നതിൽ നമ്മൾ സെറ്റ് ചെയ്യാന്ന് വെച്ചോ, ചുമ്മാ എന്തെങ്കിലും ടെക്സ്റ്റ് സെറ്റ് ചെയ്തു, പിന്നെ ആ ടെക്സ്റ്റ് ആയിരിക്കും ഇൻപുട്ടായി കാണിക്കുക. ഞാൻ ഇവിടെ കാണുന്നുണ്ടല്ലോ, നിങ്ങൾക്ക് ബാക്കിൽ ഇരിക്കുന്നവർക്ക് കാണാൻ പറ്റുന്നുണ്ടോ? പിന്നെ ഇവിടെ ഓറഞ്ച് ആക്കി ഇൻപുട്ടായി എന്ത് കാണിക്കും? അതായത് നമ്മൾ ഇൻപുട്ട് ടാഗിന് നമുക്ക് ഒന്നെങ്കിൽ ടൈപ്പ് ചെയ്യാം, ഇൻപുട്ട് ടാഗിൽ ടൈപ്പ് ചെയ്യുന്ന വാല്യൂ അവിടെ കാണിക്കും. ഇൻ കേസ് നമ്മൾ ടൈപ്പ് ചെയ്യുന്നില്ലെങ്കിൽ പ്രോഗ്രാമാറ്റിക്കലി അതിനകത്തൊരു ഡാറ്റ വരത്തണം എന്ന് വെച്ചാൽ, ടൈപ്പ് ചെയ്യാതെ യൂസർ ടൈപ്പ് ചെയ്യാതെ പ്രോഗ്രാമാറ്റിക്കലി ഡാറ്റ വരണമെങ്കിൽ ഇൻപുട്ട് ടാഗിന് വാല്യൂ എന്ന് പറഞ്ഞ ആട്രിബ്യൂട്ട് കൊടുക്കുക, അതിന് വാല്യൂ കൊടുക്കുക. അങ്ങനെ കൊടുത്ത ഒരു പ്രശ്നമുണ്ട്. പിന്നെ നമ്മൾ ടൈപ്പ് ചെയ്യുന്ന സാധനം ഇൻപുട്ട് ടാഗ് കാണിക്കില്ല, ടൈപ്പ് ചെയ്യുന്നുണ്ട് കാണിക്കുന്നില്ല. കാര്യം ഇൻപുട്ട് ടാഗിന് എന്താ കാണിക്കുള്ളൂ? ഓറഞ്ച് മാത്രമേ കാണിക്കുള്ളൂ. അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് വേണം? നമുക്കിവിടെ രണ്ട് വേണം. ഒന്ന് നമുക്കത് കൺട്രോൾ, നമുക്ക് ഇത്രേ ഉള്ളൂ, ഇൻപുട്ട് ടാഗിലുള്ള വാല്യൂ കൺട്രോൾ ചെയ്യാൻ പറ്റണം. ടൈപ്പ് ചെയ്യുന്ന അവിടെ കാണിക്കും വേണം, പിന്നെ അവിടുത്തെ വാല്യൂ കൺട്രോൾ ചെയ്യാൻ പറ്റണം.
ഓക്കെ, അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ചെയ്യുന്നത് എന്താ വെച്ചാൽ നമ്മളിവിടെ സ്റ്റേറ്റ് കൂടെ യൂസ് ചെയ്യും. ഓക്കെ, അപ്പം ശ്രദ്ധിക്കേണ്ട കാര്യം ഇൻപുട്ട് ടാഗിൽ നമ്മൾ വാല്യൂ എന്ന് പറഞ്ഞ ഡ്രോപ്പ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ എന്ത് സംഭവിക്കും, നമ്മൾ ടൈപ്പ് ചെയ്യുന്നവിടെ കാണിക്കില്ല. ഓക്കെ, ഞാനിവിടെ വന്നിട്ട് കൺസോൾ ഡോട്ട് ലോഗ് ഈ ഡോട്ട് ആഡ് ഡോട്ട് വാല്യൂ കൊടുത്തു. ഓക്കെ, ഇനി നമുക്കിവിടെ ഓൾറെഡി നമ്മൾ ഓറഞ്ച് കൊടുത്തിട്ടുണ്ട്, നമുക്ക് എന്താ സംഭവിക്കാൻ നോക്കാം. റിഫ്രഷ് ചെയ്യുന്നു, ഓറഞ്ച് അവിടെ കാണും, കാര്യം ഇൻപുട്ട് ടാഗിൽ നമ്മൾ വാല്യൂ എന്ന് പറഞ്ഞാൽ ഓറഞ്ച് കൊടുത്തിട്ടുണ്ട്, അത് പോവില്ല. ഓക്കെ, ഇനി ഞാൻ ചെയ്യാൻ നോക്കാം. ഞാൻ ഇവിടെ വന്നിട്ട് എന്ന് ടൈപ്പ് ചെയ്തു, എന്താ വന്നേ, ഓറഞ്ച്. ഇവിടെ കാണിച്ചോ, അത് കാര്യം ഓറഞ്ച് അവിടെ ഉണ്ട്, ഇൻപുട്ട് ടാഗിലുണ്ട്. പിന്നെ നമ്മൾ ടൈപ്പ് ചെയ്ത് വന്നു, പക്ഷേ ഇവിടെ വന്നോ, അവിടെ വന്നില്ല. ഞാൻ ഈ ബി ടൈപ്പ് ചെയ്യാം, അപ്പോൾ എന്തായിരിക്കും വരിക, ഓറഞ്ച് ബി ആണോ ഓറഞ്ച് എ ബി ആണോ, ഓറഞ്ച് ബി. കാര്യം ഇവിടെ എന്ത് കാണിക്കുള്ളൂ, ഇപ്പൊ നമ്മൾ ടൈപ്പ് ചെയ്ത വാല്യൂ വരും, അപ്പൊ ആ ഒരു കീ പ്രസ്സിലാണല്ലോ ഇത് സംഭവിക്കുക. അപ്പം ഇൻപുട്ട് ടാഗിൽ ഓൾറെഡി ഉള്ള വാല്യൂ പ്ലസ് അതേ വരുള്ളൂ, മറ്റേ എ സ്റ്റോറി കിട്ടില്ലെങ്കിൽ. ഓക്കെ ആണല്ലോ, ഓറഞ്ച് ബി എന്ന് പറഞ്ഞു. അപ്പൊ നമ്മുടെ പ്രശ്നം വെച്ചാൽ നമ്മൾ ടൈപ്പ് ചെയ്യുന്ന, ഇപ്പം നമുക്ക് മനസ്സിലായി ടൈപ്പ് ചെയ്യുന്ന സമയത്ത് ആ ഒരു ഇൻപുട്ട് ആ ഒരു ഓൺ ചേഞ്ച് കോൾ ആവുന്നുണ്ട്, അവിടെ നമ്മൾ ടൈപ്പ് ചെയ്ത കീ മാത്രം കിട്ടുന്നുണ്ട്. ഓക്കെ ആണല്ലോ, പക്ഷെ അത് കാണിക്കില്ല. കാര്യം എന്താ, ഇൻപുട്ട് ടാഗിൽ ഇനി നമ്മൾ വാല്യൂ എന്ന് പറഞ്ഞ കൊടുത്ത പ്രൊപ്പേ കാണിക്കുള്ളൂ. അപ്പൊ നമ്മൾ ഇത് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി ചെയ്യാൻ പോകുന്ന പരിപാടി എന്താ വെച്ചാൽ, നമ്മളിവിടെ ഒരു ഇൻപുട്ട് ടാഗ് എഴുതും. ഓക്കെ, നമ്മളിവിടെ ഒരു സ്റ്റേറ്റ് എഴുതും, സ്റ്റേറ്റ് ഒന്ന് ആലോചിക്കാം. ഓക്കെ, എന്നിട്ട് നമ്മൾ ഇൻപുട്ട് ടാഗിൽ ഇപ്പൊ ഞാൻ എന്ത് ടൈപ്പ് ചെയ്യും, ഞാൻ ഏത് ടൈപ്പ് വെച്ചാൽ ടൈപ്പ് ചെയ്യുന്ന വാല്യൂ ഓൺ ചേഞ്ച് വഴി ഞാൻ സ്റ്റേറ്റിലേക്ക് അങ്ങ് സെറ്റ് ചെയ്യും. ഓക്കെ, എന്നിട്ട് സ്റ്റേറ്റിൽ എന്തുണ്ടോ അത് ഞാൻ ഇൻപുട്ട് ടാഗിന് വാല്യൂ ആയിട്ട് കൊടുക്കും. ഓക്കെ, ഇപ്പൊ സംഭവിക്കുന്നത് വെച്ചാൽ ഞാനിവിടെ ഏന്ന് ടൈപ്പ് ചെയ്തു, ഇൻപുട്ട് ടാഗിൽ എന്തേ കാണിക്കുള്ളൂ, അല്ല ഓറഞ്ച് ഇല്ലല്ലോ, ഇപ്പം ഇൻപുട്ട് ടാഗ് ഒന്നുമില്ല. ഇപ്പൊ ഞാൻ ഇൻപുട്ട് ടാഗിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റുമായിട്ട് കണക്ട് ചെയ്തു, സ്റ്റേറ്റിൽ എന്തുണ്ടോ അത് ഇൻപുട്ട് ആയി കാണിക്കണം. സ്റ്റേറ്റിൽ ഞാൻ എ നിട്ടാൽ ഇൻപുട്ട് ടാഗിൽ എ വരും, സ്റ്റേറ്റിൽ ആപ്പിൾ നിട്ടാൽ ഇൻപുട്ട് ടാഗിൽ ആപ്പിൾ. കാര്യം എന്താ, സ്റ്റേറ്റും ഇൻപുട്ടിന്റെ വാല്യൂ തമ്മിൽ കണക്ട് ചെയ്തു. അതായത് ഞാൻ കാണിച്ചു തരാം. ഇൻപുട്ടിന്റെ വാല്യൂ ആയിട്ട് നമ്മൾ വേറെ സ്റ്റേറ്റ് ചെയ്തോളാം. ഞാനിവിടെ കമന്റ് ചെയ്തേ, അതുകൊണ്ട് അതൊരു ഇനിഷ്യൽ വാല്യൂ ആപ്പിൾ എന്ന് കൊടുത്തു. ഓക്കെ, ഞാൻ സ്റ്റേറ്റ് എഴുതി. ഓക്കെ, എന്നിട്ട് ഞാൻ ഇവിടെ വന്നിട്ട് ഇൻപുട്ട് ടാഗിന് വാല്യൂ ആയിട്ട് എന്ത് കൊടുക്കും, ഏത് വേരിയബിൾ, ഡാറ്റ. അതായത് സ്റ്റേറ്റ് വേരിയബിൾ ക്രിയേറ്റ് ചെയ്തു, അതിന്റെ ഇനിഷ്യൽ ആയിട്ട് ആപ്പിൾ കൊടുത്തു. എന്നിട്ട് ഇൻപുട്ട് ടാഗിലേക്ക് ഞാൻ വാല്യൂ എന്ന് പറഞ്ഞിട്ട് സ്റ്റേറ്റിന്റെ ആ ഡാറ്റ കണക്ട് ചെയ്തു. അപ്പൊ എന്തായിരിക്കും ഇൻപുട്ട് ടാഗ് കാണിക്കുക, ആപ്പിൾ. ഓക്കെ ആണല്ലോ, അപ്പം ഇത് ഈ കണക്ഷൻ. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായോ. ഇനി ഞാൻ ചെയ്യാൻ വെച്ചാൽ ഞാൻ ഇൻപുട്ട് ടാഗിൽ എന്ത് ടൈപ്പ് ചെയ്താലും അതവിടെ അവിടെ കാണിക്കില്ല, ഇല്ലേ. കാര്യം നോക്കിയേ, കാര്യം എന്താ കാണിക്കുള്ളൂ, ആപ്പിൾ മാത്രമേ കാണിക്കുള്ളൂ. കാര്യം എന്താ, കാര്യം നമ്മൾ ഇൻപുട്ട് ടാഗിന് വാല്യൂ എന്ന് പറഞ്ഞിട്ട് ആ ആപ്പിൾ എന്ന് പറഞ്ഞ ആ വാല്യൂ പാസ് ചെയ്തു, അതായത് സ്റ്റേറ്റിലുള്ള വാല്യൂ പാസ് ചെയ്തു. അതുകൊണ്ട് ഇങ്ങനെ കാണിക്കില്ല, നമുക്ക് കാണിക്കാൻ വേണം, ഇല്ലേ. അപ്പൊ അതിനുവേണ്ടി നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ ഓൺ ചേഞ്ചിൽ വരുന്ന ഇവന്റ് ഡോട്ട് ടാർഗറ്റ് വാല്യൂ ഇല്ലേ, അത് നമ്മൾ ഡേറ്റയിലേക്ക് സെറ്റ് ചെയ്യുന്നു. അതായത് ഇൻപുട്ട് ടാഗിൽ ഞാൻ എന്തെങ്കിലും ടൈപ്പ് ചെയ്താൽ അത് ഞാൻ സ്റ്റേറ്റിലേക്ക് വെക്കും, സ്റ്റേറ്റിലുള്ള വാല്യൂ ഇൻപുട്ട് ടാഗ് കാണിക്കും. അതായത് നമ്മൾ ഡയറക്റ്റ് ടൈപ്പ് ചെയ്യുമ്പോഴല്ല അവിടെ കാണിക്കുന്നത്. നമ്മൾ എന്തിന് സ്റ്റേറ്റ് ഉപയോഗിച്ചെന്ന് വെച്ചാൽ ഇൻപുട്ട് ടാഗിലെ വാല്യൂ കൺട്രോൾ ചെയ്യാൻ. ഇൻപുട്ട് ടാഗിലെ വാല്യൂ മാറ്റണമെങ്കിൽ ഞാൻ എന്ത് മാറ്റിയാൽ മതി, സ്റ്റേറ്റ് മാറ്റിയാൽ മതി, അല്ലേ. അപ്പോൾ ഇവിടെ ഞാൻ ചെയ്തേക്ക് നോക്കി, ഞാനിവിടെ ടൈപ്പ് ചെയ്യുന്ന വാല്യൂ സ്റ്റേറ്റിലേക്ക് എടുത്ത് വെക്കുന്നു, സ്റ്റേറ്റിലുള്ള വാല്യൂ ഇൻപുട്ട് ആയി കാണിക്കുന്നു. അപ്പോൾ ശരിക്കും ആ വാല്യൂ അവിടെ ഞാൻ ഏത് ടൈപ്പ് ഇവിടെ വരുമല്ല, ഏത് ടൈപ്പ് ചെയ്യുമ്പോൾ ആ മറ്റേ ഓൺ ചേഞ്ച് വഴി നമ്മൾ സ്റ്റേറ്റിലേക്ക് വന്ന് സ്റ്റേറ്റ് സെറ്റ് ആയിട്ട് സെറ്റ് ആകുമ്പോൾ സംഭവിക്കും യു എ റണ്ടർ ആവുന്ന സമയത്ത് എന്ത് ചെയ്യും, ഇൻപുട്ട് ടാഗിൽ വാല്യൂ ആയിട്ട് കാണിക്കുന്നത് സ്റ്റേറ്റിലുള്ള വാല്യൂ. അപ്പോൾ ഇവിടെ വരും, മനസ്സിലായോ. ഓക്കെ, അതായത് ഞാൻ ഇനി ഇവിടെ വന്നിട്ട് റിഫ്രഷ് ചെയ്യുന്നു, ഇനിഷ്യൽ വാല്യൂ ആപ്പിൾ ആയതുകൊണ്ടാണ് ഞാൻ ക്ലിയർ ചെയ്യുന്നത്. ഇനി ഇവിടെ വന്നിട്ട് ചെയ്യുന്ന ടൈപ്പ് ചെയ്യുന്നു, വന്നുണ്ടോ, ഈ എ എവിടുന്ന് വന്നു, ഈ എ വന്നത് ഞാൻ ടൈപ്പ് ചെയ്തപ്പോൾ ഈ എ സ്റ്റേറ്റിലേക്ക് പോയി, സ്റ്റേറ്റ് അപ്ഡേറ്റ് ആയപ്പോൾ ആ സ്റ്റേറ്റിലുള്ള എ ഇൻപുട്ടാക്കി വന്നാൽ അങ്ങനെ വന്നാൽ. ഇത് ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ എനിക്കിനി എന്ത് ചെയ്യണം, ഒരു റീസെറ്റ് ബട്ടൺ വേണം. ഓക്കെ, ഈ ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ സംഭവിക്കണം, ആഡ് ചെയ്യുമ്പോഴല്ലേ ക്ലിയർ ആണ് നമുക്ക്, റീസെറ്റ് ബട്ടൺ അല്ലല്ലോ, അല്ലേ. ഓക്കെ, നമുക്ക് ആദ്യം റീസെറ്റ് ബട്ടൺ വെക്കാം. അപ്പൊ നമുക്കറിയാം നമ്മൾ എവിടെയുള്ള വാല്യൂ ആണ് ഇൻപുട്ടായി കാണിച്ചുകൊണ്ടിരിക്കുന്നത്, സ്റ്റേറ്റിലുള്ള വാല്യൂ, അല്ലേ. അപ്പൊ ഞാൻ റീസെറ്റ് ബട്ടൺ പ്രസ് ചെയ്യുന്ന സമയത്ത് സ്റ്റേറ്റിലുള്ള വാല്യൂ എന്ത് ചെയ്യുന്നു, എംപ്റ്റി ആക്കുന്നു. അതായത് ഇപ്പൊ ആപ്പിൾ ഉണ്ട്, ഞാൻ റീസെറ്റ് വെക്കിയതാ, കണ്ടോ. കാര്യം എന്താ, നമ്മളിവിടെ ഓൺ റീസെറ്റ് കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ ഈ റീസെറ്റ് ബട്ടൺ പ്രസ് ചെയ്താൽ സെറ്റ് ഡേറ്റ, അതായത് ഡേറ്റ എന്ന് പറഞ്ഞ വേരിയബിൾ ഉള്ള വാല്യൂ എംപ്റ്റി ആയി പോകും. ഓക്കെ, ഡേറ്റ എന്ന് പറഞ്ഞ വേരിയബിൾ ഉള്ള വാല്യൂ ആണ് ഇവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്, ഇൻപുട്ടായി കാണിച്ചുകൊണ്ടിരിക്കുന്നത്. കാര്യം നമ്മൾ അതിന് വേണ്ടിയുള്ള സെറ്റപ്പ് എഴുതി, നിങ്ങൾക്ക് മനസ്സിലായോ. നമ്മൾ ആദ്യം എന്ത് ചെയ്തു, ഡേറ്റ നോക്കി ഇൻപുട്ട് ടാഗിൽ വാല്യൂ എന്ന് പറഞ്ഞ കൊടുക്കുന്ന സാധനമാണ് ഇൻപുട്ടായി കാണിക്കുക. അങ്ങനെ
ഉള്ള വാല്യൂ കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഇൻപുട്ട് ടാഗിന്റെ വാല്യൂ സ്റ്റേറ്റ് നമ്മൾ കണക്ട് ചെയ്തു. ഓക്കെ, ടൈപ്പ് ചെയ്യുമ്പോൾ ആ വാല്യൂ എടുത്ത് അങ്ങോട്ട് വെക്കും, സ്റ്റേറ്റോട്ട് വെക്കും. ഇനി എന്ത് ചെയ്യും, നമുക്ക് ആ സ്റ്റേറ്റിലുള്ള വാല്യൂ ആണ് ഇൻപുട്ടായി കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ക്ലിയർ ആയോ? അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇനിയിപ്പോൾ സ്റ്റേറ്റിന് നമുക്ക് ഇൻപുട്ടായ വാല്യൂ ചേഞ്ച് ചെയ്യണമെങ്കിൽ സ്റ്റേറ്റിനെ ചേഞ്ച് ചെയ്താൽ മതി. അപ്പോൾ എന്ത് ചെയ്യാം, അത് ഓട്ടോമാറ്റിക്കലി വർക്ക് ആവും. അപ്പോൾ നോക്കി, ഞാനിവിടെ മാംഗോ എന്ന് ടൈപ്പ് ചെയ്തു, ആഡ് ചെയ്തു, അത് ആഡായി. ക്ലിയർ ആണെങ്കിൽ റീസെറ്റ്. ഇനി ഇൻ കേസ് നമുക്ക് ആഡ് ചെയ്യുമ്പോൾ തന്നെ ക്ലിയർ ആണെന്ന് വെച്ചാൽ അപ്പോൾ എന്ത് ചെയ്യാം, ആഡ് ചെയ്യുന്ന ഫംഗ്ഷനിൽ സെറ്റ് ഡേറ്റ ഓഫ് എംപ്റ്റി സ്ട്രിംഗ് അല്ലേ. അപ്പോൾ ഈ യൂസറിന്റെ ആവശ്യമില്ല, അതെടുത്ത് മാറ്റിയിട്ട് ഓക്കെ കണ്ടോ, ഒന്നുണ്ടോ, മനസ്സിലായത്? ഓക്കെ, ഇതാണ് സംഭവം. ട്രൈ ചെയ്ത് നോക്കിയേ. ഇതിലെന്താ ഡൗട്ട്? ചെയ്തല്ലോ. അത് പോകണം, കംപ്ലീറ്റ്ലി പോകണം. അറേ പ്രിന്റ് ചെയ്യാൻ വേണ്ടെന്താ? ഇതെങ്ങനെ ചെയ്യാൻ നോക്കാം, കാണിക്കാം. നമ്മൾ വേണം ഇൻഡെക്സ് വേണം, സ്ലൈസ് ഉപയോഗിക്കാം. ക്ലിക്ക് ചെയ്താൽ ഡിലീറ്റ് ആണോ? ഓക്കെ ആണല്ലോ. നമ്മുടെ ആവശ്യം വെച്ചാൽ നമ്മൾ ഏതെങ്കിലും ഒന്ന് ക്ലിക്ക് ചെയ്താൽ അത് ഡിലീറ്റ് ആവണം. ഓക്കെ, ഏതെങ്കിലും ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഡിലീറ്റ് ആവണം. എങ്ങനെ ചെയ്യാം? ഒരു അറയിലുള്ള ഒരു എങ്ങനെ ഡിലീറ്റ് ചെയ്യും? സ്ലൈസ് ഉപയോഗിക്കാം. സ്ലൈസ് ഉപയോഗിക്കാം. എങ്ങനെ ചെയ്യാം? സ്ലൈസ് ഉപയോഗിക്കണമെങ്കിൽ എന്ത് വേണം? ഇൻഡെക്സ് നമ്പർ വേണം. ഞാൻ ഇത് എങ്ങനെ ചെയ്യാൻ നോക്കാം, ചെയ്ത് കാണിക്കാം. ഓക്കെ, അപ്പം നമ്മൾ കുറച്ച് കാര്യം മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ, ഒന്നാമത്തെ കാര്യം നമ്മൾ മാപ്പ് ചെയ്യില്ലേ, മാപ്പ് ചെയ്യുന്ന സമയത്ത് നമ്മളൊരു ഫംഗ്ഷൻ പാസ് ചെയ്യലേക്ക് അല്ലേ, കാണല്ലോ നമുക്കിത്. ഫംഗ്ഷൻ പാസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, ആ ഫംഗ്ഷനെ എന്തിട്ട് കോൾ ചെയ്യുന്ന പറഞ്ഞേ, ആ അറയിലുള്ള ഓരോ ഐറ്റം ഇട്ട് കോൾ ചെയ്യും. ഓക്കെ ആണല്ലോ.
ഒരു കാര്യമുണ്ട്, ഐറ്റം ഇട്ട് മാത്രമല്ല കോൾ ചെയ്യുക, ഒരു പാരാമീറ്റർ പാസ് ചെയ്യും, അത് ആ കോൾ ചെയ്യുന്ന ഐറ്റത്തിന് ഇൻഡെക്സ് നമ്പർ. ഇത് ഞാൻ പറഞ്ഞിട്ടുണ്ടോ? ഓക്കെ, അത് കിട്ടും. അതായത് നമ്മൾ മാപ്പിലേക്ക് ഒരു ഫംഗ്ഷൻ പാസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പറഞ്ഞു അറയ്ക്കകത്ത് എത്ര എലമെന്റ്സ് ഉണ്ടോ ഓരോ എലമെന്റ് ഇട്ട് ഈ ഫംഗ്ഷനെ കോൾ ചെയ്യും. ഓരോ എലമെന്റ് ഇട്ട് മാത്രമല്ല, കൂടാതെ ഇൻഡെക്സ് നമ്പറിലൂടെ പാസ് ചെയ്യും അതേ എലമെന്റിന്റെ. അതായത് ഞാൻ ഇവിടെ വന്നിട്ട് ഇപ്പൊ എന്തായിരിക്കും ഔട്ട്പുട്ട്? കാണുന്നുണ്ടോ നിങ്ങൾക്ക്? 0. അപ്പൊ അത് ഇൻഡെക്സ് നമ്പർ കിട്ടും. ഓക്കെ, നമ്മുടെ ആവശ്യം എന്താ? യൂസർ ഏതെങ്കിലും ഒരു എല്ലയിൽ ക്ലിക്ക് ചെയ്താൽ എന്ത് സംഭവിക്കണം? ഡിലീറ്റ് ആവണം. അപ്പൊ നമുക്ക് എന്ത് കൊടുക്കാം എല്ലേക്ക്? ഓൺ ക്ലിക്ക് ഈക്വൽ ടു ഡിലീറ്റ് ടു ഡു ഒരു ഫംഗ്ഷൻ. ഓക്കെ, എന്താ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇവിടെ ആയിരുന്നു കോൺസ്റ്റ് സ്മോൾ എഴുതാം, കോൺസ്റ്റ് ഓൺ ഡിലീറ്റ്. ഡിലീറ്റ് ഇടുന്നുണ്ടല്ലേ? ഓൺ ഡിലീറ്റ് ഒരു ഡിലീറ്റ് ഇടുക അല്ലേ? ഒരു ഓൺ ഡിലീറ്റ് ഇടുക. അതെ, ഡിലീറ്റ്. ഈ ഓൺ എപ്പോഴും ചേർത്ത് നമുക്ക് ഫംഗ്ഷൻ ഒന്ന് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റും. ഓക്കെ ഓക്കെ, അത് കൊടുത്തു. ഈ നിങ്ങൾ ആലോചിക്കുക ചുമ്മാ, ഈ ഫംഗ്ഷൻ കോൾ ആവുന്ന സമയത്ത് ഇവിടെ ഇൻഡെക്സ് നമ്പർ കിട്ടുമെന്ന് വിചാരിക്കാം. ഓക്കെ, അതങ്ങനെ പാസ് ചെയ്യുന്നുള്ള കാര്യം ഞാൻ പറയാം. കിട്ടുമായിരിക്കാം. ഇനി ഇതെങ്ങനെ ഡിലീറ്റ് ചെയ്യും? ഏതിലാണോ ക്ലിക്ക് ചെയ്ത് അതിന് ഇൻഡെക്സ് നമ്പർ എനിക്ക് ഇവിടെ കിട്ടുമല്ലോ. ഇതെങ്ങനെ ഡിലീറ്റ് ചെയ്യും? വെറുതെ സ്പേസ് ഇട്ടാൽ മതിയോ? സ്പേസ് ഇൻഡെക്സ് നമ്പർ കൊടുത്തു. പറയടാ, പിന്നെന്താ നമ്പർ എത്രണ്ണോ? 1. ഓക്കെ, സ്പേസ് ആവോ? ഏതറേ സ്പേസ് ചെയ്യണ്ടേ? ഏതറയാന്ന് അറിയണ്ടേ? അപ്പൊ ഏതറയാ? മാപ്പിട്ട് വിളിച്ചിട്ടുണ്ടല്ലോ, താഴെ ഉണ്ടല്ലോ, അതല്ലേ യു എൽ കാണിച്ചോണ്ടിരിക്കുന്നത്. ആ, ഓറഞ്ച് മാംഗോ കേപ്പ്. ഓക്കെ, അപ്പൊ ഇവിടെ ഇൻഡെക്സ് നമ്പർ കിട്ടിയെന്ന് വിചാരിക്കാം. അപ്പൊ എന്ത് ചെയ്യും? സ്പ്ലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് ആദ്യം ഇങ്ങനെ ചെയ്യാം. അത് നിന്റെ ആ ഡൗട്ട് അവിടെ നിൽക്കട്ടെ, നമുക്ക് ചെയ്യാം. ചെയ്ത് ഔട്ട്പുട്ട് ഇവിടെ നോക്കാമല്ലോ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ടെക്സ്റ്റ് ഡോട്ട് സ്പ്ലൈസ് ഓഫ് ഇൻഡെക്സ് നമ്പർ എന്താണോ ഡിലീറ്റ് ചെയ്യാൻ വേണ്ടി പ്രസ് ചെയ്തത് അത് (1). ഇത് ഓർമ്മയില്ലേ? സ്പ്ലൈസ് ഓർമ്മയില്ലേ? സ്പ്ലൈസ് അറയിലുള്ള ഒരു എലമെന്റിനെ ഇൻഡെക്സ് നമ്പർ ഉപയോഗിച്ച് ഡിലീറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന, ഡിലീറ്റ് ചെയ്യാൻ ഇൻസേർട്ട് ചെയ്യാം അല്ലേ? അപ്പൊ നമ്മൾ ആദ്യമേ ഒരു ഇൻഡെക്സ് നമ്പർ എടുത്ത് (1) എന്ന് കൊടുത്താൽ ആ ഇൻഡെക്സ് നമ്പറുള്ള ഒരു ഐറ്റം ഡിലീറ്റ് ചെയ്യും. ആ, ഓക്കെ ആണല്ലോ. ഇപ്പൊ ഈ ഓൺ ഡിലീറ്റ് ടു എന്ന് പറഞ്ഞ ഫംഗ്ഷൻ കോൾ ആവുന്ന സമയത്ത് ഇൻഡെക്സ് നമ്പർ ഇവിടെ കിട്ടുമെന്ന് ഞാൻ പറഞ്ഞു. അവിടെ കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടുന്ന് അതിനെ പാസ് ചെയ്യണം. അപ്പം നമ്മൾ ആ ഡിലീറ്റ് ചെയ്യുന്ന സമയത്ത് ഈ ഫംഗ്ഷനാണ് കോൾ ആവുന്നത്. അപ്പൊ നമ്മൾ ഇവിടുന്ന് ഇപ്പം ഇൻഡെക്സ് നമ്പർ ഇവിടെ ഉണ്ട്, ദേ ഇവിടെ ഉണ്ട്. അതെ, ഇങ്ങനെ പാസ് ചെയ്താലോ? ഇങ്ങനെ ആവുന്ന സമയത്ത് ഫസ്റ്റ് നമ്മുടെ പേജ് ലോഡ് ആകുമ്പോഴേ ഈ ഫംഗ്ഷൻ കോൾ ആവും. ഫംഗ്ഷൻ കോൾ ആയിട്ട് ഈ ഫംഗ്ഷൻ എന്താ റിട്ടേൺ ചെയ്യുന്നത്? എന്ത് റിട്ടേൺ ചെയ്യുന്നത്? റിട്ടേൺ ചെയ്യുന്നത് എന്താ? അപ്പൊ എന്താ വരിക? അൺഡിഫൈൻഡ് അല്ലേ? അപ്പൊ ഇവിടെ ആക്ച്വലി എന്ത് വരും? ഓൺ ക്ലിക്കിൽ അൺഡിഫൈൻഡ് വരും. അതുകൊണ്ട് തന്നെ ഒന്നും ഡിലീറ്റ് ചെയ്യാൻ പറ്റില്ല നമുക്ക്, ആണല്ലോ. നമ്മുടെ ആവശ്യം ഇവിടുന്ന് നമുക്ക് എന്ത് ചെയ്യണം? ഇവിടുന്ന് ആ ഇൻഡെക്സ് നമ്പർ പാസ് ചെയ്യണം. അപ്പൊ അതിനായിട്ട് ഞാൻ ചെയ്യാൻ പോകുന്ന നോക്കിക്കോ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ ബേസിക് ആണ്, പക്ഷെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാര്യം ഈ സെയിം സാധനം ഉപയോഗിച്ചിട്ടാണ് നിങ്ങൾ എത്ര വലിയ പ്രൊജക്റ്റ് ചെയ്താലും നിങ്ങൾ ഇങ്ങനെ നിങ്ങൾക്ക് ഐഡി പാസ് ചെയ്യേണ്ടി വരാം. ക്ലിക്ക് ചെയ്യുമ്പോൾ അവിടെ എന്തെങ്കിലും ഡേറ്റ പാസ് ചെയ്യേണ്ടി വരാം. ഇവന്റ് എന്ന് വെച്ചാൽ തന്നെ വരുന്ന സാധനങ്ങളാണ്. ഇവന്റ് അല്ലാതെ നമുക്ക് പല ഡേറ്റാസും ക്ലിക്ക് ചെയ്യുമ്പോൾ പാസ് ചെയ്യേണ്ടി വരാം. അത് പാസ് ചെയ്യുന്ന രീതി ഇതാണ്. അതായത് ഓൺ ക്ലിക്കിലേക്ക് ഞാൻ ഒരു ഫംഗ്ഷനെ പാസ് ചെയ്തു ചെയ്യാലോ. ഇതൊരു ഫംഗ്ഷൻ അല്ലേ, നമുക്ക് വേണമെങ്കിൽ ഒരു വേരിയബിൾ സ്റ്റോർ ഇവിടെ അല്ലെങ്കിൽ ഡയറക്റ്റ് പാസ് ചെയ്യാം. ഇപ്പൊ ഞാൻ അതല്ല ചെയ്യുന്നത്. ഞാൻ വെറുതെ ഈ ഫംഗ്ഷൻ വർക്കാവുന്ന കാണിക്കാൻ വേണ്ടി console.log ക്ലിക്ക് കൊടുത്തു. ഇത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നേ ഇങ്ങനെ പാസ് ചെയ്യുന്നുള്ളത്. അപ്പൊ ഞാൻ ഇവിടെ ഇൻസ്പെക്ട് ചെയ്യുന്നു. ഇൻസ്പെക്ട് ചെയ്യുന്ന സമയത്ത് കൺസോൾ എടുത്തു. ഞാൻ ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇത് ക്ലിക്ക് കാണിക്കും. ഏത് ക്ലിക്ക് ചെയ്താലും അല്ലേ കണ്ടോ? അതിന്റെ കാര്യം എന്താ? ഞാൻ ഈ ഓൾ ക്ലിക്കിലേക്ക് പാസ് ചെയ്തേക്കുന്ന ഈ ഫംഗ്ഷൻ ഞാൻ കോൾ ചെയ്തില്ല. ഇത് ഫംഗ്ഷൻ ഡെഫിനിഷനാണ്.
എന്നിട്ട് അതിനകത്താണ് കൺസോൾ ഡോട്ട് ലോഗിനെ കോൾ ചെയ്തേക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യും, ക്ലിക്ക് ചെയ്യുമ്പോഴേ ഈ ഫംഗ്ഷൻ കോൾ ആവുള്ളൂ. ഈ ഫംഗ്ഷൻ കോൾ ആയാലേ അതിനകത്തുള്ള കോഡ് കോൾ ആവുള്ളൂ. കാര്യം ഫംഗ്ഷനകത്ത് ഇരുന്ന കോഡ് വർക്ക് ആണെങ്കിൽ ഫംഗ്ഷൻ കോൾ ആണല്ലോ. അതുകൊണ്ട് ഞാൻ ഇവിടെ ഒരു ഫംഗ്ഷൻ പാസ് ചെയ്തിട്ട് അതിൽ ഞാൻ എന്ത് ചെയ്യും, ഓൺ ഡിലീറ്റ് ടൂളിനെ കോൾ ചെയ്യും. എന്നിട്ട് അതിലേക്ക് ഞാൻ ഇൻഡെക്സ് നമ്പർ പാസ് ചെയ്തേക്കും. അപ്പം ഓരോ എല്ലേക്ക് ഓരോ ഇൻഡെക്സ് നമ്പറിലേക്ക് ഇവിടെ വരിക. 10 എല്ല ഉണ്ടെങ്കിൽ 10 ഇൻഡെക്സ് നമ്പർ ഇവിടെ ചെയ്യുന്നുണ്ടോ. ഞാൻ ഓൺ ഡിലേക്ക് ഒരു ഫംഗ്ഷനെ പാസ് ചെയ്തു, ആ ഫംഗ്ഷനുള്ളിൽ വേറെ ഈ ഓൺ ഡിലീറ്റ് ടൂളിനെ കോൾ ചെയ്തു. അതായത് ഞാൻ ഏതെങ്കിലും ടു ആയിട്ട് ക്ലിക്ക് ചെയ്താൽ നോക്കാം, ഗ്രേപ്പ്, മാംഗോ, ഓറഞ്ച്, ഓക്കെ, ഇത് മൂന്നും ആഡ് ചെയ്തു. ഞാൻ ഇവിടെ ഉണ്ട്, ഇവിടെ എന്തെങ്കിലും ഇൻഡെക്സ് നമ്പർ ഇട്ടില്ല, അത് കൺസോൾ ചെയ്തേക്കാം. കൺസോൾ ഡോട്ട് ലോഗ് ഇൻഡെക്സ് കോമ ഇൻഡെക്സ്, ഇൻഡെക്സ് നമ്പർ ഇൻഡെക്സ് വരാൻ വേണ്ടിയാണ്. ഓക്കെ, ഇവിടെ സേവ് ചെയ്തു. ഓക്കെ, അപ്പം അത് ഞാൻ ചെയ്തു. ഓക്കെ ആണല്ലോ. അപ്പൊ ഞാൻ ഇവിടെ വന്നിട്ട് ഏതെങ്കിലും ഒരു എല്ലേ ക്ലിക്ക് ചെയ്ത് വെച്ചോ, ഞാൻ ഈ മാംഗോയിലാണ് ക്ലിക്ക് ചെയ്തു. അപ്പൊ എന്ത് സംഭവിച്ചു, ഈ ഫംഗ്ഷൻ കോളായി. ഈ ഫംഗ്ഷൻ കോൾ ആകുമ്പോൾ അതിനകത്തുള്ള ഈ കോഡ് എക്സിക്യൂട്ട് ചെയ്യുമല്ലോ. ഈ കോഡ് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ഇവിടെ ഇൻഡെക്സ് നമ്പർ ഉണ്ടല്ലോ, ഓരോ എല്ലയിൽ ഓടുന്ന സമയത്ത് ഓരോ ഇൻഡെക്സ് വരിക, ഈ ഡേറ്റ വന്ന പോലെ. അപ്പൊ എന്ത് ചെയ്യും, ഞാൻ ക്ലിക്ക് ചെയ്തത് മാംഗോയില, ഗ്രേപ്പ് ആയിരുന്നപ്പോൾ 0 ആയിരുന്നു, മാംഗോയിൽ 1 പാസ് ആവുക. അതുകൊണ്ട് ഇൻഡെക്സ് എന്ന് പറഞ്ഞ് 1 പ്രിന്റ് ആയി. അതായത് ഈ ഫംഗ്ഷൻ കോൾ ആകുമ്പോൾ ഇവിടെ 1 ആണ് വരിക അല്ലേ, പക്ഷെ ഡിലീറ്റ് ആയില്ല. എല്ലാം ഓക്കെ, വർക്കായി. ഒന്ന് കോഡെല്ലാം ഈ പാസ് ചെയ്ത് മനസ്സിലായോ നിങ്ങൾക്ക്? ഇത് പാസ് ചെയ്ത് മനസ്സിലായോ? അത് വിട്ടേക്ക്, അത് അല്ലെങ്കിൽ വരാം. ഇത് പാസ് ചെയ്ത് മനസ്സിലായോ? അതിൽ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? അതായത് എന്തോ ഓക്കെ നോക്കാം. അതായത് നമ്മൾ ചെയ്ത് അത് ഡിലീറ്റ് ആവണം. അപ്പൊ അതിനുവേണ്ടി നമ്മൾ എഴുതിയേക്കുന്ന ഫംഗ്ഷനാണ് ഓൺ ഡിലീറ്റ് ടു. ഇത് ഉത്തരം ഒക്കെ ആണല്ലോ. ഞാൻ ഏത് എല്ലേ ക്ലിക്ക് ചെയ്താലും ഈ ഓൺ ഡിലീറ്റ് ടു വർക്ക് ആവും. കാര്യം ഇത് ലൂപ്പിലാണ് എഴുതിയേക്കുന്നത്, എല്ലാ എല്ലേക്കും ഓൺ ഡിലീറ്റ് ടു ഉണ്ട്. ഓക്കെ, പിന്നെ കോൾ ചെയ്ത് ഇൻഡെക്സിന് പാസ് ചെയ്യാൻ സംഭവിക്കും, നമ്മുടെ പേജ് ലോഡ് ആകുമ്പോൾ ഈ ഫംഗ്ഷൻ, അതായത് നമ്മൾ വേറൊരു വേരിയബിൾ എഴുതുന്നതിന് പകരം അല്ലേ ഇങ്ങനെ കണക്ട് ചെയ്താൽ ഇനി ക്ലിക്ക് ചെയ്യുമ്പോൾ എന്ത് പ്രിന്റ് ആവും നമുക്ക് നോക്കാം. അത് പ്രിന്റ് ആവുന്നുണ്ട് നോക്കാം. ഇപ്പൊ ആവുന്നുണ്ട്. പിന്നെ ഇങ്ങനെ പാസ് ചെയ്തു, ഇങ്ങനെ കണക്ട് ചെയ്തു, പ്രിന്റ് ആവുന്നുണ്ട്. ഓക്കെ, അതേ സാധനം നമ്മളൊരു വേരിയബിൾ സ്റ്റോർ ചെയ്യാതെ, ഇതാണല്ലോ ഫംഗ്ഷൻ, അത് ഞാൻ അതുപോലെ കോപ്പി ചെയ്യണം. എന്നിട്ട് വേരിയബിൾ സ്റ്റോർ ചെയ്യാതെ ഡയറക്റ്റ് ആ ഫംഗ്ഷൻ ഇവിടെ കൊടുക്കുന്നു. ഇങ്ങനെയും ചെയ്യാലോ, വേണ്ടോ? ഐറ്റം ഉണ്ടെങ്കിൽ ആപ്പിൾ, ഓറഞ്ച്, മാംഗോ, ഗ്രേപ്പ് ഉണ്ടെങ്കിൽ ആപ്പിളിന്റെ ഓൺ ക്ലിക്കിൽ വരാൻ പോകുന്ന ഇൻഡെക്സ് നമ്പർ 0, ഓറഞ്ചിന് 1, മാംഗോയ്ക്ക് 2, ഗ്രേപ്പിന് 3. കാര്യം 4 ലോഡ് ആകുമ്പോൾ എന്ത് സംഭവിക്കും, 4നും ഈ LIs ആണല്ലോ. അപ്പം ഈ ഐറ്റം കയറുന്ന പോലെ ഓരോന്നിനും ഇൻഡെക്സ് നമ്പർ ഓരോന്നിനും കയറുക. അപ്പം ഇവിടെ ഞാൻ ഇങ്ങനെ പാസ് ചെയ്യേണ്ട ഗുണം എന്താ വെച്ചാൽ, ഇങ്ങനെ പാസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ ഫംഗ്ഷൻ കോൾ ആവും. ആ ഫംഗ്ഷൻ കോൾ ആവുമ്പോഴേ അതിനകത്തുള്ള കോഡ് എക്സിക്യൂട്ട് ആവുള്ളൂ. അങ്ങനെ ഒരു ഫംഗ്ഷൻ ഇവിടെ ഇല്ലായിരുന്നെങ്കിൽ എന്ത് സംഭവിച്ചേനെ, ഫംഗ്ഷൻ ഡെഫിനിഷൻ, അതിനകത്ത് നമ്മൾ ഫംഗ്ഷനെ കോൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ആ നമ്മൾ കൊടുത്തേക്കുന്ന ഫംഗ്ഷൻ ഡെഫിനിഷൻ കോൾ ആവുകയും അതിനകത്തുള്ള ഈ കോൾ എക്സിക്യൂട്ട് ആവുകയും ചെയ്യും. ഇത് മനസ്സിലായോ? അപ്പൊ ഇനി ഞാൻ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, ഏതിലാണോ ക്ലിക്ക് ചെയ്താൽ അതിന്റെ ഇൻഡെക്സ് നമ്പർ ഇവിടേക്ക് പാസ് ആവും. നോക്കോ, മൂന്ന്. ഓർമ്മ എന്തായിരിക്കും? 1. ക്യൂ എന്തായിരിക്കും? കണ്ടോ, പാസ്സാവുന്നുണ്ടോ? അപ്പൊ അതിന്റെ കാര്യം വെച്ചാൽ ഇതാണ് ആ ടെക്നിക്ക്. ഓൺ ക്ലിക്കിലേക്ക് നമ്മൾ ഒരു ഫംഗ്ഷനെ ഡെഫിനിഷൻ പാസ് ചെയ്തു, അതിനകത്ത് ഫംഗ്ഷൻ കോഡ് എഴുതി. അപ്പൊ എന്ത് ചെയ്യും, ഇത് വർക്ക് ആവുന്ന സമയത്ത് ഈ ഓൺ ഡിലീറ്റ് ഉള്ളിലേക്ക് ഇൻഡെക്സ് നമ്പർ പാസ് ആവുകയും ചെയ്യും, ഇല്ലേ? അത് ഇവിടെ കിട്ടുകയും ചെയ്യും. പക്ഷെ എന്ത് ചെയ്യുന്നില്ല, ഡിലീറ്റ് ആവുന്നില്ലല്ലോ. ഡിലീറ്റ് ആവാനുള്ള കോഡ് നമ്മൾ ഇവിടെ എഴുതിയിട്ടില്ലേ? അതിന്റെ കാര്യം എന്താ, സ്റ്റേറ്റ്, ഇത് ടെക്സ്റ്റ് എന്ന് പറഞ്ഞ സ്റ്റേറ്റ് വാല്യൂ ഇല്ലേ? അപ്പൊ നമ്മൾ ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ സ്പ്ലൈസ് ആവുന്നുണ്ട് ആക്ച്വലി, പക്ഷെ യു അപ്ഡേറ്റ് ആവില്ല. യു അപ്ഡേറ്റ് ആവണമെങ്കിൽ സ്റ്റേറ്റ് വാല്യൂ ചേഞ്ച് ചെയ്യണം. പോരാത്തതിന് എന്തിട്ട് ചേഞ്ച് ചെയ്യണം, അതിന്റെ സെറ്റ് ഫംഗ്ഷൻ അല്ലേ? അങ്ങനെ ചേഞ്ച് ചെയ്യാനുള്ള കാര്യമുള്ളൂ. ഇത് ഓർമ്മയില്ലേ നിങ്ങൾക്ക്? നമ്മൾ സ്റ്റേറ്റ് അപ്ഡേറ്റ് ചെയ്യുമ്പോൾ അതിനാണ് ഈ ഫംഗ്ഷൻ ഉള്ളത്. നമുക്ക് ചുമ്മാ അങ്ങ് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റില്ല, ഇത് വെച്ച് അപ്ഡേറ്റ് ചെയ്യണം. അപ്പൊ ഇത് വെച്ച് അപ്ഡേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അതിൻ്റെ ഉള്ളിൽ ടെക്സ്റ്റ്. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യും, അപ്പൊ സ്പ്ലൈസ് ആയില്ലല്ലോ. മനസ്സിലായത്?
മനസ്സിലായി നിങ്ങൾക്ക്? ഇപ്പൊ ചെയ്ത് നോക്കാം. ഞാൻ പറയാം. നമുക്ക് നോക്കാം. അതിന്റെ കാര്യം എന്താ? അതായത് ഇവിടെ സംഭവിച്ചാല് നമ്മൾ ഇവിടെ എന്ത് ചെയ്യുക ടെക്സ്റ്റിനെ ആദ്യം സ്പ്ലൈസ് ചെയ്തു. സ്പ്ലൈസ് ചെയ്താൽ ഇത് സ്പ്ലൈസ് ആവും. ടെക്സ്റ്റ് എന്താ? ഒരു സ്റ്റേറ്റ് വേരിയബിൾ ആണ് ആണല്ലോ. അപ്പം നമ്മൾ ടെക്സ്റ്റ് ഡോട്ട് സ്പ്ലൈസ് എന്ന് പറഞ്ഞ് ചെയ്താൽ സ്പ്ലൈസ് ആവും. അതായത് ടെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ആ ഒരു വേരിയബിളിനകത്തുള്ള വാല്യൂ പോവും. അതൊക്കെ. പക്ഷേ യു എയിൽ അത് കാണിക്കില്ല. യു എ കാണിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ ഈ സെറ്റ് ടെക്സ്റ്റ് ഉപയോഗിച്ചിട്ട് സ്റ്റേറ്റിനെ അപ്ഡേറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ എന്താ വെച്ചാൽ ഇവിടെ വെച്ച് സ്പ്ലൈസ് ചെയ്തപ്പോൾ ടെക്സ്റ്റിന് ആ വാല്യൂ പോയി. പക്ഷേ യു എയിൽ ഇപ്പോഴും പഴയ തന്നെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് നമ്മൾ ചെയ്താൽ പോയ ടെക്സ്റ്റ് ഉണ്ടല്ലോ. ഇപ്പോൾ ടെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ടെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു പോയിന്റ് രണ്ട് ടെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ ആ ക്ലിക്ക് ചെയ്യുന്നതിന് മുമ്പ് ടെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ അരക്കകത്ത് 4 എലമെന്റ്സ് ഉണ്ടെങ്കിൽ നമ്മൾ ഒരെണ്ണം സ്പ്ലൈസ് കഴിഞ്ഞാൽ എത്ര കാണുള്ളൂ? 3 എണ്ണം ആണല്ലോ. ഒരെണ്ണം പോയി. ഇപ്പൊ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരെണ്ണം പോയി. പക്ഷെ ആ സ്റ്റേറ്റ്മെന്റ് കഴിയുമ്പോഴത്തേക്ക് യു എയിൽ അത് കാണിക്കില്ല. കാര്യം എന്താ? യു എ അപ്ഡേറ്റ് ആവണമെങ്കിൽ സെറ്റ് ടെക്സ്റ്റ് ഉപയോഗിക്കണം. ഇതൊക്കെ മനസ്സിലായ ഐഡിയ? ഓക്കെ. എന്നിട്ട് നമ്മൾ ഇതിപ്പോ 3 എണ്ണം ഉണ്ടല്ലോ. ആ 3 എണ്ണമുള്ള ടെക്സ്റ്റിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഒന്നുകൂടെ എടുത്ത് സെറ്റ് ചെയ്യുന്നു. ഓക്കെ ആണല്ലോ. അപ്പൊ എന്ത് ചെയ്യും? ഇപ്പൊ നമുക്ക് ഇങ്ങനെ കൊടുത്താൽ മതിയോ? ഇങ്ങനെ കൊടുത്താലോ? നോക്കാം. പോകുന്നില്ലല്ലോ. അതെന്തായിരിക്കും? സ്പ്ലൈസ് ആയത് നിങ്ങൾക്ക് മനസ്സിലായോ? ഇപ്പൊ ഞാൻ ആ ഒരു ഡോട്ട് 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 ഒഴിവാക്കി. ടെക്സ്റ്റ് അറിയാണല്ലോ. ടെക്സ്റ്റ് അറിയില്ലേ? ഇല്ല, ഇവിടെ നീ പക്ഷെ ഇങ്ങനെ അറേ കൊടുത്തിട്ട് ടെക്സ്റ്റ് കൊടുക്കാണോ? അത് ഡോട്ട് 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 അതൊക്കെ. പക്ഷെ ഇങ്ങനെ കൊടുത്താലും ലോജിക്കലി കറക്റ്റ്. കാര്യം ടെക്സ്റ്റ് എന്താ? ഒരു അറയാണ്. അപ്പൊ അവിടെ പോയിട്ട് അറയല്ലേ സ്റ്റോർ ആവുന്നേ. എന്തിനു കൊടുക്കണം? എന്തിനു ഞാൻ കൊടുത്തു? അതാണ് എന്റെ ചോദ്യം. അത് കൊടുക്കുമ്പോഴും കൊടുക്കാതിരിക്കുമ്പോഴുള്ള വ്യത്യാസം എന്താണ് ഇവിടെ? അറിയാണ്. ടെക്സ്റ്റ് അറിയാണ്. അതിന്റെ കാര്യം ആണ് റെഫറൻസ് വേരിയബിൾ. ഓർമ്മയുണ്ടോ? റെഫറൻസ് വേരിയബിൾ എന്തായിരുന്നു? അതായത് നമ്മള് കോൺസ്റ്റ് a equal to 10 എന്താ വരിക? എ എന്ന് പറഞ്ഞ വേരിയബിൾ തുറന്നു നോക്കാൻ ഒരു അവസരം കിട്ടി. നമ്മൾ തുറന്നു നോക്കുകയാണെങ്കിൽ എന്തായിരിക്കും ഉണ്ടാവുക? 10. ബിയിൽ എന്താ വരിക? അറയാണോ? അറേ ഒബ്ജക്റ്റും റെഫറൻസ് വേരിയബിൾസ് ആണ്. നമ്മൾ ഒരു വേരിയബിളിലേക്ക് ഒരു അറേ സ്റ്റോർ ചെയ്യാനോ ഒബ്ജക്റ്റ് സ്റ്റോർ ചെയ്യാനോ ശ്രമിച്ചാൽ ആക്ച്വലി ഈ ഒബ്ജക്റ്റും അറേയും വേറെ എവിടെയെങ്കിലും ക്രിയേറ്റ് ആയിട്ട് അതിലേക്കുള്ള അഡ്രസ് ആയിരിക്കും വരിക എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓർമ്മയുണ്ടോ? ഇപ്പൊ ബിയിലേക്ക് വരുന്നത് ഈ ഒരു അറയുടെ അഡ്രസ് ആയിരിക്കും. അതായത് ഈ അറേ എവിടെയെങ്കിലും ക്രിയേറ്റ് ചെയ്യപ്പെടും. എന്നിട്ട് നമ്മൾ ബി തുറന്നു നോക്കിയാൽ അതിനകത്തുള്ളത് എന്തായിരിക്കും? ഒരു 1 2 3.5 അങ്ങനെ എന്തെങ്കിലും അഡ്രസ് ആയിരിക്കും. നമ്മൾ ആ അഡ്രസ് നോക്കി പോകും. അതായത് മെമ്മറി അഡ്രസ്. മെമ്മറിക്ക് എല്ലാ അഡ്രസ് ഉണ്ട്. നമ്മൾ ആ അഡ്രസ് നോക്കി പോകുമ്പോൾ എന്ത് കിട്ടും? ഓക്കെ, ഈ അറയുള്ള മെമ്മറി ആയിരിക്കും അത്. അപ്പം അതാണ് സംഭവം. ഓക്കെ. അപ്പം ഇവിടെ സംഭവിക്കുന്ന എന്താ വെച്ചാൽ ഇത് ഇവിടെ അഡ്രസ് ആണ് സ്റ്റോർ ആവുന്നത്. ഇതൊക്കെയാണല്ലോ നിങ്ങൾക്ക്. അപ്പം നിങ്ങൾ ഇതൊന്ന് ആലോചിച്ച് നോക്കിയേ. ഞാനിവിടെ ഇതിങ്ങനെയാണ് ചെയ്യുന്നത് വെച്ചാൽ ടെക്സ്റ്റിനെ സ്പ്ലൈസ് ചെയ്തു. ഓക്കെ. ഇപ്പൊ നമ്മുടെ ടെക്സ്റ്റ് എന്ന് പറഞ്ഞ വേരിയബിൾ എന്താ ഉള്ളത്? അഡ്രസ്. ഇത് അറയാണ്, എല്ലാം ശരിയാണ്. പക്ഷെ അറേ സ്റ്റോർ ആവുന്നത് അഡ്രസ് ആയിട്ടാണ്. ഇപ്പൊ ടെക്സ്റ്റ് എന്ന് പറഞ്ഞ വേരിയബിൾ ശരിക്കും വരുന്നത് അഡ്രസ്സാണ്. നമ്മൾ സ്പ്ലൈസ് ചെയ്തു. നമ്മൾ സെറ്റ് ചെയ്യുന്ന ആ ടെക്സ്റ്റ് തന്നെയല്ലേ? സെയിം അഡ്രസ് തന്നെയാണ് ഇവിടെ വരുന്നത്. അതായത് ഇതിനകത്ത് ഓൾറെഡി ഉണ്ടായിരുന്നത് 0 1 2 3 ആണെന്ന് വെച്ചോ. ഇതാണ് അഡ്രസ്, നമ്മുടെ മെമ്മറിയുടെ അഡ്രസ്. നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ അതിനെ ടെക്സ്റ്റിനെ എടുത്തു, സ്പ്ലൈസ് ചെയ്തു. പിന്നെയും അതേ ടെക്സ്റ്റ് തന്നെ സെറ്റ് ചെയ്യുന്നത്. അതേ ടെക്സ്റ്റ് തന്നെ സെറ്റ് ചെയ്യുമ്പോൾ ഈ ടെക്സ്റ്റ് എന്ന് പറഞ്ഞ വേരിയബിളിൽ അഡ്രസ് അല്ലേ വരിക? അതേ അറേയുടെ തന്നെ അഡ്രസ്. അതായത് ശരിക്കും പറഞ്ഞാൽ ടെക്സ്റ്റ് എന്ന് പറഞ്ഞ വേരിയബിളിലെ വാല്യൂ ചേഞ്ച് ആയില്ല. നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഈ അപ്ഡേറ്റ് ചെയ്യുമ്പോഴും ഇപ്പൊ 5 എന്ന് പറഞ്ഞ വാല്യൂ യു ഉണ്ട്. നമ്മൾ 5 വെച്ച് തന്നെ അപ്ഡേറ്റ് ചെയ്യുകയാണെങ്കിൽ അപ്ഡേറ്റ് ആവില്ല. കാര്യം അത് അവരുടെ ഒരു എഫിഷ്യൻസി കൂടാനുള്ള മെക്കാനിസമാണ്. വാല്യൂ മാറില്ല, അപ്ഡേറ്റ് ആവേണ്ട ആവശ്യമില്ലല്ലോ.
പഴയതിനെ കാണിച്ചാൽ പോരെ? പറഞ്ഞ മനസ്സിലായോ? അതായത് അറയുടെ കേസിൽ അറേ വർക്ക് ചെയ്യുന്ന എങ്ങനെ ആലോചിച്ചാൽ മതി. റെഫറൻസ് വേരിയബിൾ ആയിട്ടാണ് നമ്മൾ ഇവിടെ ഇങ്ങനെ ഒരു സ്റ്റേറ്റ് എഴുതി വെച്ചാലും ഈ സ്റ്റേറ്റ് അറേ എവിടെയോ ക്രിയേറ്റ് ആയിട്ട് ഈ ഒരു ടെക്സ്റ്റ് എന്ന് പറഞ്ഞ വേരിയബിളിൽ വരുന്ന എന്തായിരിക്കും? അഡ്രസ് ആയിരിക്കും. അപ്പോൾ നമ്മൾ ആദ്യം ക്രിയേറ്റ് ചെയ്തപ്പോൾ വന്ന അഡ്രസ്സാണ് 0123. ഓക്കെ ആണല്ലോ? ഓക്കെ. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ ഇതൊക്കെ ചെയ്തു, സ്പ്ലൈസ് ചെയ്തിട്ട് നമ്മൾ സെറ്റ് ചെയ്യുന്നത് എന്താ? ടെക്സ്റ്റ് തന്നെയാണ്. ടെക്സ്റ്റ് എന്ന് പറഞ്ഞ വേരിയബിൾ എന്താ ഉള്ളത്? 123 അല്ലേ? ഈ 0123 എന്നാണല്ലോ നമ്മൾ പിന്നെയും വെക്കുന്നേ, സെറ്റ് ചെയ്യുന്നേ. അപ്പൊ എന്ത് ചെയ്യും? ടെക്സ്റ്റിനകത്ത് ഓൾറെഡി ഉണ്ടായിരുന്നത് 0123, നമ്മളെടുത്ത് വെക്കുന്നത് 0123 അഡ്രസ്സാണ്. അതിനാണ് സ്ലൈസ് ആവുന്നത്. പക്ഷെ എടാ ഇവിടെ ഈ മെമ്മറി ആരാണോ ഏത് അറയാണോ പോയിന്റ് ചെയ്യുന്നത് അവിടുന്ന്. ഇപ്പൊ ടെക്സ്റ്റിനകത്തുള്ള മെമ്മറി തന്നെയാണ്, അഡ്രസ് തന്നെയാണ്. സ്ലൈസ് ആയി. അഡ്രസ് മാറത്തില്ല, അഡ്രസ് സെയിം തന്നെ ആയിരിക്കുമല്ലോ. അതിലുള്ള വാല്യൂ മാറി. ഓക്കെ. എടാ കാണിക്കുമ്പോ അത് കാണിക്കുന്ന എപ്പോഴാ? ഇത് അപ്ഡേറ്റ് ചെയ്യുമ്പോഴാ. അപ്ഡേറ്റ് ആയാലേ കാണിക്കുള്ളൂ. അപ്ഡേറ്റ് ആവുന്നില്ല, കാര്യം രണ്ട് സെയിം വാല്യൂ അല്ലേ. സെയിം വാല്യൂ വെച്ചാൽ അവർ ചെയ്യില്ല, ചെയ്യുന്നില്ല. അതാണ് കാണിക്കാത്തത്. ഇത് മനസ്സിലായി നിങ്ങൾക്ക്? അതായത് നമ്മൾ സ്ലൈസ് ചെയ്തു, ഓക്കെ, സ്ലൈസ് ഒക്കെ ആയി, പക്ഷെ ടെക്സ്റ്റിനകത്ത് ഇപ്പോഴും ഉള്ള 0123 ആണ്. നമ്മൾ 0123 തന്നെ പിന്നെ ടെക്സ്റ്റിനകത്ത് ഓൾറെഡി ഉള്ള 0123 ആണ്. പിന്നെയും 0123 തന്നെ സെറ്റ് ചെയ്യുന്ന സമയത്ത് ഇത് അപ്ഡേറ്റ് ആവില്ല. കാര്യം ഒരേ വാല്യൂ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ, ഒരേ വാല്യൂ ചേഞ്ച് ആകുമ്പോൾ അവരെന്ത് ചെയ്യും? എഫിഷ്യൻസി കൂട്ടാൻ വേണ്ടി ഇത് അപ്ഡേറ്റ് ചെയ്യില്ല, യു അപ്ഡേറ്റ് ആവുന്നില്ല. അതുകൊണ്ടാണ് ഈ ചേഞ്ച് കാണിക്കാത്തത്. പക്ഷേ നമ്മൾ ഇതിന് പകരം നമ്മൾ സെറ്റ് ടെക്സ്റ്റ് ഓഫ്, നമ്മൾ പുതിയൊരു അറേ കൊടുക്കുന്നു. ഈ അറയുടെ അഡ്രസ്സ് വേറെയാണ്, പക്ഷെ അതിലേക്കുള്ള എലമെന്റ്സ് നമ്മൾ ഇവിടെ നിന്ന് എടുക്കുന്നു, ടെക്സ്റ്റിൽ നിന്ന് എടുക്കുന്നു. അപ്പൊ ആക്ച്വലി ഇത് പുതിയ അറയാ. നമ്മളിങ്ങനെ സെറ്റ് ചെയ്യുമ്പോൾ ഈ ടെക്സ്റ്റിലേക്ക് വരാൻ പോകുന്ന പുതിയ ഇതിന്റെ അഡ്രസ് ചിലപ്പം ഇതായിരിക്കും, 0345 ആയിരിക്കും. ഓക്കെ, ഇത് വേറെ, ഇത് വേറെ. അപ്പൊ എന്ത് ചെയ്യും? ഇതാണ് വന്ന് സെറ്റ് ആവുന്നത്. അപ്പൊ എന്ത് ചെയ്യും? ടെക്സ്റ്റിലെ വാല്യൂ ചേഞ്ച് ആയി, അപ്പം യു അപ്ഡേറ്റ് ആവും. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോൾ അപ്ഡേറ്റ് ആവുന്നത്. ഇത്രയും കാര്യം കൺസിഡർ ചെയ്യണം. മനസ്സിലായോ? മനസ്സിലായത്? ആ റെഫറൻസ് ഡാറ്റ ടൈപ്പും അതുപോലെ തന്നെ ഈ ചേഞ്ച് ആയ കാര്യം ഇവിടുന്ന് പാസ് ചെയ്ത് മനസ്സിലായോ നിങ്ങൾക്ക്? ഇവിടെ നമുക്ക് മനസ്സിലാക്കാനുള്ള രണ്ട് കാര്യങ്ങൾ. ഒന്ന് ഈ പാസ് ചെയ്യുന്നത്, രണ്ട് ഇതെങ്ങനെ അപ്ഡേറ്റ് ആയിരുന്നത്. ഈ റെഫറൻസിന്റെ കാര്യം പറഞ്ഞാൽ മനസ്സിലായോ? അതായത് നിങ്ങൾക്ക് ഈ ഒരു എന്തുകൊണ്ട് അപ്ഡേറ്റ് ആയില്ല എന്നുള്ളത് മനസ്സിലായോ? എന്തായിരുന്നു കാര്യം? മെമ്മറിയുടെ, അതായത് ടെക്സ്റ്റിനകത്ത് ഓൾറെഡി ഉള്ള 0123 ആ ടെക്സ്റ്റ് തന്നെയാണ്. ടെക്സ്റ്റിൽ എന്താ ഉള്ളത്? 0. അപ്പൊ നമ്മൾ പുതിയ അറേ ക്രിയേറ്റ്, പക്ഷെ പുതിയ ആ കമ്പൗണ്ടിനകത്ത് വേറെ മനസ്സിലായോ? ഇതും ഇവിടെ ശ്രദ്ധിക്കാനുണ്ട്. ഇത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഇനി അങ്ങോട്ട് പറഞ്ഞ എല്ലാം എളുപ്പം ചെയ്യാം. ഇത് രണ്ടും നിങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നതാണ്. ഓക്കെ. അപ്പൊ നമ്മൾ അടുത്ത സീനിൽ ടു ഡു ആപ്പ് ആണ് ചെയ്യാൻ പോകുന്നത്, കംപ്ലീറ്റ്ലി ഫുൾ ടു ഡു ആപ്പ്. അപ്പൊ അവിടെ കുറെ കാര്യങ്ങൾ ചെയ്യേണ്ടി വരും. അപ്പൊ ഇത് രണ്ടും മനസ്സിലാക്കണം. അതാണ് ഇതിപ്പോ ഇങ്ങനെ ചുമ്മാ ചെയ്യിപ്പിച്ചത്. ഇനി അപ്ഡേറ്റ് ചെയ്യണം നമുക്ക്, പറഞ്ഞ ആഡ് ചെയ്ത